ദൈവത്തിന് വാക്ക് മാറാൻ കഴിയത്തില്ല. ദൈവത്തിന് വാക്ക് മാറാത്തതാണ് എൻ്റെ ധൈര്യം, എൻ്റെ ബലം, എൻ്റെ അനുഗ്രഹം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങളുടെ മുമ്പിലോട്ടൊന്ന് വായിക്കാം. നമ്മൾ കർത്താവിൻ്റെ വചനം തുടർമാനമായിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ വചനത്തിൽ പങ്കുചേരുന്ന പുതുതായിട്ട് ചേർന്നതോടെ ഞാൻ പറയുന്നു, നമ്മൾ തുടർമാനമായിട്ട് 2-3 വർഷമായിട്ട് കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വചനങ്ങളൊക്കെ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോളോ അപ്പിനാണ്ട് നിങ്ങൾക്ക് തുടർമാനമായിട്ട് ഇത് കേൾക്കണമെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഇതിൻ്റെ പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് നമുക്ക് തരാം. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെയും തീർക്കുവാൻ നമ്മൾ ഓരോ ദിവസവും ഓരോ വിഷയങ്ങളാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് ചോദിച്ചാൽ അനുഗ്രഹത്തിൻ്റെ നിയമം. ബൈബിളിൽ ഒരു അനുഗ്രഹത്തിന് ഒരു നിയമമുണ്ട്. ഞാൻ നിങ്ങളോട് പലപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് ചില വ്യവസ്ഥകളുണ്ട്. നമ്മളോർക്കും നമ്മളൊരു കടയിൽ പോയി സാധനം മേടിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്തിൽ എവിടെയും പോയിട്ട് ഏത് ഷോപ്പിൽ പോയിട്ട് സാധനം മേടിക്കാം. പക്ഷെ ഇതേപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് നിങ്ങൾക്കൊന്നും മേടിക്കാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒരു അനുഗ്രഹവും നമുക്ക് റോമാലേഖനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്: ദൈവത്തിന് കൊടുത്തിട്ട് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുന്നവനാർ. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെയിലോട്ട് എന്തെങ്കിലും കൊടുത്തിട്ട് ദൈവത്തിൽ നിന്ന് വല്ലതും മേടിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ നിരാശപ്പെടും. നമുക്കൊന്നും കിട്ടാൻ പോണില്ല. കാര്യം നമുക്കൊന്നും കർത്താവിന് കൊടുത്തിട്ട് ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്നാൽ ഇതെല്ലാം ദൈവത്തിൻ്റെയാണ്. നിങ്ങളും ഞാനും ലോകവും സകലതും ദൈവത്തിൻ്റെതാണ്. ഇപ്പൊ എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ എടുത്തിട്ട് എനിക്ക് തന്നെ തരാൻ കഴിയത്തില്ല, അല്ലേ? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ കൊടുത്താൽ അത് മോശമല്ലേ? ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. അപ്പൊ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തിട്ട് ദൈവത്തിൽ നിന്ന് വാങ്ങാൻ പറ്റത്തില്ല. പക്ഷേ ദൈവത്തിനൊരു വ്യവസ്ഥയുണ്ട്. ദൈവം എപ്പോഴും ആ ഒരു ഉടമ്പടിക്കകത്തും ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കകത്തും നിന്നുകൊണ്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇന്ന് നമുക്ക് കേൾക്കാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ പ്രവർത്തിക്കും. ഇന്ന് ഇത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ഞാൻ യാത്രയിലായിരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഒരു രാജീവിൻ്റെ ഭവനത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് സ്പർശിക്കുവാൻ പോകുന്നു എന്നുണ്ട് കർത്താവ് പറഞ്ഞു. രാജീവിൻ്റെ ഭവനത്തിൻ്റെ അകത്ത് കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഈ വരുന്ന സെപ്റ്റംബർ എന്ന് പറയുന്ന മാസം, 2024 സെപ്റ്റംബർ എന്ന് പറയുന്ന മാസം, ഈ മാസം തീരത്തില്ല. ഈ മാസത്തിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ കർത്താവ് എന്നെ കാണിക്കുന്നു, ഒരു മുദ്രപത്രം പോലെ ഇരിക്കുന്ന ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വലിയൊരു നന്മ കർത്താവ് തുറക്കാൻ വേണ്ടി പോവുകയാണ്. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ നടുവിൽ നിന്നുണ്ടാകും. പരിശുദ്ധാത്മാവ് നമ്മളെ സൂക്ഷിക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ആലോചനകളൊക്കെയും ചാടി പിടിച്ചോണം. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നോണം. വചനം കേൾക്കാൻ വേണ്ടി പോവാണ്. പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ഇന്ന് ഇടപെടുവാൻ ഇടയായിത്തീരും. യേശു കൂടെയുണ്ട്. കർത്താവിന്റെ പ്രവൃത്തി നമ്മുടെ നടുവിലുണ്ട്. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിക്കാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ അവിടെ 11 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ 11 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനങ്ങളൊക്കെ നോട്ട് ചെയ്യുക. അവിടെ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് തന്നെ. കർത്താവ് പറയുകയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് ഇതിലും വലിയത് അവൻ ചെയ്യും. ഇപ്പൊ നമ്മൾ ഒരു തവണ ഈ ഒരു വാക്യത്തെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ഇന്ന് വചനം എന്ത് സംസാരിക്കണം എന്ന് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ആമേൻ ആമേൻ എന്ന് പറയുന്ന വാക്ക് വരാനിടയായി തീർന്നു. ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെ തന്നെ എന്നാണ്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്നാന്ന് പറയാം. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങളൊരു വചനം കേൾക്കുമ്പോൾ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ്, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തൊരു അത്ഭുതം ചെയ്യാൻ പോകുന്നു.
എന്ന് പറയുമ്പോൾ നിങ്ങൾ ആമേൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം അങ്ങനെ തന്നെ, അതിന്റെ അർത്ഥം ഞാനത് സ്വീകരിക്കുന്നു, അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ എന്ത് ചെയ്യുകയാണ്? പ്രൊക്ലെയിം ചെയ്യുന്നതാണ്. വിശ്വസിച്ച് ഏറ്റു പറയുന്നതിന്റെ മറ്റൊരു വാക്കാണ് ആമേൻ ആമേൻ എന്ന് പറയുന്നത്. അപ്പൊ നാം ആമേൻ ആമേൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം അങ്ങനെ തന്നെ എന്നാണ് അതിന്റെ അർത്ഥമാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ എന്താണ് യേശു ക്രിസ്തു പറയുന്ന സമയത്തൊക്കെയും പലയിടങ്ങളിൽ കാണാൻ പറ്റും ഈ ഒരു വാക്ക് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ ആമേൻ യേശു അത് എടുത്തു പറയുവാൻ കാരണം അങ്ങനെ തന്നെ എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം മാറത്തില്ല, അത് തന്നെ, നിശ്ചയം, ഉറപ്പ് എന്നൊക്കെയാണ് കർത്താവ് അതിനെ ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് എടുത്തു പറയണം, വെറും ആമേനല്ല, ആമേനാമേൻ, അങ്ങനെ തന്നെ. അതിന്റെ അർത്ഥം അത്രയും എന്താ പറയുക, കർത്താവ് വലിയൊരു ഉറപ്പിച്ചു പറയുകയാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും വലിയത് ചെയ്യും. എപ്പോഴും ഓർത്തോണം, ദൈവപ്രവൃത്തി എന്നിൽ നടക്കും. നമ്മുടെയൊക്കെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ പിശാച് ഉപയോഗിക്കുന്ന ഒരു നെഗറ്റീവ് അന്തരീക്ഷമുണ്ട്. ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അത്ഭുതത്തിലൊന്നും അല്ല കാര്യം, ദൈവപ്രവൃത്തിയിൽ ഒന്നും അല്ല കാര്യം. അപ്പൊ ഇത് പറയാൻ ഒരു കാരണമുണ്ട്. യേശുക്രിസ്തു സുവിശേഷം പറയുന്ന സമയത്ത് കർത്താവിന്റെ ശിഷ്യന്മാർ വന്നിട്ട് ഒരു പരാതി പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഒരുത്തൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ഞങ്ങൾ അവനെ വിളിച്ചു, വാ നമുക്ക് ഒരുമിച്ച് സുവിശേഷ വേല ചെയ്യാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, എനിക്ക് പറ്റത്തൊന്നുമില്ല, എനിക്ക് നിങ്ങളോട് വരാൻ താല്പര്യമൊന്നുമില്ല. പക്ഷെ അയാളുടെ കൂടെ യേശുവിന്റെ പേര് പറഞ്ഞപ്പോൾ അത്ഭുതം നടക്കുക. ഉടനെ കർത്താവ് പറഞ്ഞു, നമുക്ക് വിരോധമല്ലാത്തവരെ നമുക്ക് പ്രതികൂലമല്ല, നിങ്ങൾക്ക് ഉപദ്രവമൊന്നും ചെയ്തില്ല, അവൻ നിങ്ങളെ തല്ലാനോ കൊല്ലാനോ ഒന്നും വന്നില്ല, എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു, നിങ്ങൾ വിളിച്ചിട്ട് അവൻ വന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അവൻ വിരോധമല്ല, എന്റെ അർത്ഥം നിങ്ങൾക്ക് അവൻ എതിരല്ല, പക്ഷെ നമ്മുടെ കൂടെ വരുന്നില്ല. എന്നിട്ട് കർത്താവ് താഴേക്ക് പറയുകയാണ്, ഒടുക്കത്തെ നാളിൽ ഞാൻ ഇവരെ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ഞാൻ അറിയുന്നില്ല എന്ന് പറയും. അപ്പൊ നമ്മൾ നേരെ എടുത്തിട്ട്, ഞാൻ പറഞ്ഞില്ല, പിശാചിന്റെ ഒരു തന്ത്രം ഞാൻ പറഞ്ഞു തരാം, നമ്മളെ കൺഫ്യൂഷൻ ആക്കുക. അപ്പൊ നമ്മൾ അത്ഭുതം വിശ്വസിക്കുന്നതും അത്ഭുതത്തിൽ ആശ്രയിക്കുന്നതും കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊക്കെ പറയുന്നത് ഒരു വേറൊരു രീതിയിൽ ആളുകൾ ഇതിനെ പ്രഖ്യാപിക്കാനും പ്രസംഗിക്കാനും തുടങ്ങി. ഇത് പറയുന്ന ആളുകളെല്ലാം പിശാചിന്റെ ദുരാത്മാക്കളും പിശാചിന്റെ സുവിശേഷകരുവാണെന്നല്ല, പിശാചിന്റെ ആലോചന പറയുന്നവരുവാന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുവാൻ തുടങ്ങി. പക്ഷെ യേശു പറയുകയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് വിശ്വസിപ്പിൻ. ഇനി നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിക്കണം. എന്നിട്ട് പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നിങ്ങൾ തൊട്ട് മുകളിലത്തെ വാക്യത്തിലൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ വ്യക്തമായി കാണാൻ പറയും, കർത്താവിന്റെ വചനത്തിൽ ഒരു പ്രവൃത്തിയുണ്ട്. ഇവിടെ തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ നോക്കിയാൽ മതി. 10ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിതാവിലും ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിന്നോട് പറയുന്ന വചനം സ്വയമായി സംസാരിക്കുന്നതും പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പൊ ശ്രദ്ധിച്ചോണം, കർത്താവിന്റെ സ്വഭാവത്തെ അല്ല അവിടെ വെളിപ്പെടുത്തുന്നത്, കർത്താവിലൂടെ വെളിപ്പെടുത്തുന്ന ദൈവപ്രവൃത്തി കണ്ടുകൊണ്ട് പറയുകയാണ്, ഞാൻ പറയുന്ന വചനം സ്വയമായിട്ട് വരുമല്ല. ഇപ്പൊ കർത്താവ് വന്നിട്ട് പറയും, ഞാൻ ലോകരക്ഷകനാണ്, എന്നിൽ വിശ്വസിച്ചാൽ ദൈവമഹത്വം ഉണ്ടാവും, എന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവപ്രവൃത്തി ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറയാണ്, ഞാൻ ആ വചനം പറയുമ്പോൾ ആ വചനത്തിന്റെ പ്രവൃത്തി നടക്കുവാണ്. എന്നിട്ട് കർത്താവ് താഴേക്ക് പറയുകയാണ്, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിക്കും. അപ്പൊ ദൈവപ്രവൃത്തികൾ നിങ്ങളിലൂടെ നടക്കും. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ശ്രദ്ധിച്ചോണം, എൻ്റെ അകത്ത് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കും. എൻ്റെ കൂടെ പറഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രവൃത്തികൾ നടക്കുമെന്ന് പറ. എന്റെ ജീവിതത്തിൽ ആമേൻ. അപ്പൊ കർത്താവിന്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ നടക്കും. അത് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. പക്ഷെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ പിശാച് വന്നിട്ട് പറയും, ഇതിലൊന്നും അല്ല കാര്യം കേട്ടോ, അത് ആരോടാ പറഞ്ഞെന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. ഇനി എന്താണ് ഈ സുവിശേഷത്തിന്റെ നിയമം, എന്താണ് ആമേൻ? ഇത് 2 കാര്യമാണെന്ന് പറയാൻ പോകുന്നത്. നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കൺഫ്യൂഷനും വേണ്ട. യേശുവിൽ വിശ്വസിക്കുന്നവൻ ലോകത്ത് സാക്ഷിവാണ്. അയൽപക്കംകാരൻ പറയണം, നീ ഒരു വിശ്വാസിയാണ്. നീ എന്ന് പറഞ്ഞ വാക്കിനോട് ക്ഷമിക്കണം, നിങ്ങൾ ഒരു വിശ്വാസിയാന്ന് നാട്ടുകാർ പറയണം. അതെങ്ങനെയാ പറയണമെന്ന് അറിയാവോ? എല്ലാ ദിവസവും ബൈബിൾ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എന്താ പറയുന്നത്, ഞാൻ യേശുവിനെ അനുഗമിക്കുന്ന ആളാണേ എന്ന് പറഞ്ഞ് നടന്നിട്ടല്ല. നിങ്ങളുടെ ജീവിതം കണ്ട്,
നിങ്ങളിൽ നടക്കുന്ന ദൈവപ്രവൃത്തി കണ്ട്, നിങ്ങളുടെ സാക്ഷ്യം കണ്ട് നാട്ടുകാർ പറയണം, ഇതൊരു വിശ്വാസിയാണ്, അവനിൽ യേശു വസിക്കുന്നുണ്ട്, ആ കുടുംബത്തിൽ യേശുവുണ്ട്, ആ കുടുംബത്തിൽ ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. നമുക്കറിയാം, അബ്രഹാമിന്റെ ദാസനായ ആ മനുഷ്യൻ എലയാസർ പറയുന്ന ഒരു വാക്യമുണ്ട്, എന്റെ യജമാനനെ യഹോവയായ ദൈവം അനുഗ്രഹിച്ചു എന്ന് തന്റെ പിതൃഭവനത്തിൽ പോയി പറയുന്ന ഒരു വാക്കുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, തന്റെ വേലക്കാരൻ, തന്റെ കുടുംബത്തിലെ വേലക്കാരൻ പറയുകയാണ്, എന്റെ യജമാനൻ കൊള്ള നടത്തിയും കള്ളത്തരം നടത്തിയും കട്ടുമുട്ടിച്ചും ഉണ്ടാക്കിയതാണെന്നല്ല പറഞ്ഞേക്കുന്നത്, എന്റെ യജമാനൻ സേവിക്കുന്ന ദൈവം യജമാനനെ അനുഗ്രഹിച്ചു എന്നാ പറഞ്ഞത്. കണ്ടോ? അല്ലാതെ യജമാനൻ ലോട്ടറി അടിച്ചെന്നോ, യജമാനൻ ചെയ്ത ബിസിനസ് റെഡിയായെന്നോ, അദ്ദേഹം ചെയ്ത ജോലിയിൽ ഭയങ്കര മിടുക്കനായിരുന്നെന്നോ, അബ്രഹാം ഭയങ്കര നല്ല രീതിയിൽ എന്താ പറഞ്ഞത്, ആടിനെ മാടിനെ ഒക്കെ നന്നായിട്ട് പരിചരിച്ച് ആടിന്റെ പാലൊക്കെ വിറ്റ് വലിയ ബിസിനസ്സുകാരനായ നല്ല തന്റെ വേലക്കാരൻ പറയുന്നത്, താൻ വിളിക്കുന്ന ദൈവം തന്നെ അനുഗ്രഹിച്ചു എന്ന് താൻ സാക്ഷ്യം പറയുകയാണ്. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. എന്നാൽ കർത്താവ് പറയുകയാണ്, എന്റെ പ്രവൃത്തികൾ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ വിശ്വസിക്കണം. ഇനി അടുത്ത വാക്യത്തിൽ പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ. അവിടെ ശ്രദ്ധിച്ചോണം, അവിടെ ഒരു കാറ്റഗറിയെ ദൈവം തിരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്, ദൈവത്തിന് അനുഗ്രഹിക്കപ്പെടുവാൻ ഒരു നിയമമുണ്ട്. നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഒരു നിയമമുണ്ട്. ആ നിയമം നിങ്ങൾ പാലിക്കണം. എപ്പോഴും ഓർത്തോണം, ബൈബിളിൽ നമ്മൾ കാണുന്ന സമയത്ത് ദൈവമാണ് ഈ സകല അധികാരികളെയും ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് വചനത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നിയമവ്യവസ്ഥകളൊക്കെ ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ തന്നെ കൊണ്ടുവന്നതാണ്. മനുഷ്യൻ നിർമ്മിച്ചെടുത്തതാന്നേ ഉള്ളൂ. പക്ഷേ ദൈവം പറയുന്നു, ദൈവമാണ് അധികാരികളെ നിയോഗിക്കുന്നത്, അതുകൊണ്ട് നാം അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കണമെന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട്. ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണം. അപ്പൊ അവിടെ എല്ലാം ഒരു നിയമവ്യവസ്ഥയെ ദൈവം എപ്പോഴും അംഗീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. യേശുക്രിസ്തു പറയുമ്പോഴും പറയുന്നുണ്ട്, ഇതെന്റെ രക്തത്തിൽ പുതിയ നിയമം എന്നും പറയുന്നുണ്ട്, പഴയ ഉടമ്പടി എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ എന്താണ് ഇതിന്റെ അർത്ഥം? ഇനി ശ്രദ്ധിച്ചോണം. ഇവിടെ കർത്താവ് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും, അല്ലെങ്കിൽ എന്നിൽ വിശ്വസിക്കുന്നവന്റെ അകത്തു നിന്നും ദൈവപ്രവൃത്തി ഉണ്ടാകും. ഇതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ എന്തിനാണ് ഈ പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവ മഹത്വം. താഴത്തെ വാക്യത്തിൽ പറഞ്ഞ് ശ്രദ്ധിച്ചോണം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും വലിയത് ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെ, അപേക്ഷിക്കുക എന്നല്ല, ഫോർ യു ആസ്ക് എന്നാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്നതൊക്കെ പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന്. ശ്രദ്ധിച്ചോണം, ദൈവ മഹത്വം എന്നിൽ വെളിപ്പെടാനാണ് ഈ പ്രവൃത്തി. ഞാൻ ചെയ്തു എന്ന് പറയാനല്ല, ഞാനത് ശ്രമിച്ചു എന്ന് പറയാനല്ല, ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തരും എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ദൈവം ചെയ്തു തരും. ആ മഹത്വവും ദൈവത്തിനുള്ളതാണ്. ആമേൻ. ഇനിയാണ് നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ പരിചിതമായൊരു വാക്യമാണ്. ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ മുടിയനായ പുത്രന്റെ ഒരു കഥയാണ്. ഇത് പലപ്പോഴും നമ്മൾ ഈ വചനം ധ്യാനിച്ചിട്ടുള്ളതാണ്. മുടിയൻ പുത്രനെ പറ്റി പറയുകയാണ്. 11-ാം വാക്യത്തിൽ പറയുകയാണ്, പിന്നെ അവനൊരു ഉപമ പറഞ്ഞത്, 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോടപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് മുതൽ പകിട്ട് കൊടുത്തു. ഏറെ കഴിയും മുമ്പേ ഇളയ മകൻ സകലതും സ്വരൂപിച്ച് ദൂരദ്രവ്യാഗ്രഹം ഇച്ചിരി കൂടുതലായിരുന്നു. കാരണം യേശുവിനോട് ചോദിക്കുക, കർത്താവ് എന്നാ കിട്ടും? അപ്പൊ നമ്മൾ ചിന്തിക്കും, കർത്താവിനേക്കാളും അമ്മായിമ്മയുണ്ട്, ഒത്തിരി പ്രാരാബ്ധമുണ്ട്, കർത്താവ് കാര്യമൊക്കെ ശരിയാ, എങ്ങനെ ജീവിക്കും? ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചോണം, കർത്താവിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. നമ്മൾ ആദ്യം ഇത് മനസ്സിലാക്കണം. ഈ മുടിയൻ പുത്രരിലേക്ക് ഞാൻ മടങ്ങി വരാം. ഈ വചനം മറക്കരുത്. ഈ കർത്താവ് പത്രോസ് ശ്ലീഹായുടെ ചോദ്യം മറക്കരുത്. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് ഇടപെടാൻ പോവാണ്. ഈ ദിവസങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ചോ, കർത്താവെ അങ്ങേ വിളിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങളോടാ പറഞ്ഞത്, ഇന്ന് നിങ്ങളുടെ ദിവസമാണ്, ഇന്ന് നിങ്ങളുടെ സമയമാണ്, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്ന സമയമാണ്. ഇന്ന് സൂം പ്രയറിലും ലൈവായിട്ട് എന്നെ കാണുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നു, ഇത് നിങ്ങളുടെ സമയമാണ്, ഇത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന സമയമാണ്. ഇനി മുടിയൻ പുത്രനുമായിട്ട് എന്താണ് ഈ വചനത്തിന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബൈബിളിൽ യേശുക്രിസ്തു ഈ ഉപമ പറയുന്ന സമയത്ത് മനസ്സലിവുള്ള പിതാവ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട്, ഈ മനസ്സലിവുള്ള പിതാവ് എപ്പോഴാണ് ഈ പുത്രനെ സഹായിച്ചെന്ന് ചോദിച്ചാൽ, പുത്രൻ മടങ്ങി വന്നപ്പോഴാണ്. അപ്പൊ എന്തുകൊണ്ടാണ് കർത്താവെ ഈ പിതാവ്, മനസ്സലിവുള്ള സ്നേഹമുള്ള പിതാവ്, പുത്രൻ ദൂർത്തടിച്ച് നടന്നപ്പം, സുഹൃത്തുക്കളുമായി മദ്യപാനത്തിലും ശയനമോഹത്തിലും ലോകത്തിലും പാപത്തിലും നടന്നപ്പം, ആ സമയത്ത് പൊന്മോതിരം ഇട്ടുകൊടുക്കാഞ്ഞെന്ന് വെച്ചാൽ
ആ അപ്പൻ പറയും, ആ സമയത്ത് കൊണ്ടുവന്ന് പൊന്മോതിരം വിട്ടാൽ അതും കൂടെ വിറ്റവൻ എന്ത് ചെയ്യും? കൂട്ടുകാരുമൊത്ത് ഷാപ്പിൽ പോയിരിക്കും. അതും കൂടെ വിറ്റിട്ട് അവൻ എന്ത് ചെയ്യും? അവൻ ലോകത്തിലും പാപത്തിലും കൊണ്ട്. ഇനി നല്ലൊരു പൊന്മോതിരം വിട്ട്, നല്ലൊരു മേലങ്കി ഇട്ട്, നല്ലൊരു ചെരുപ്പ് കൊടുത്താൽ അതും കൂടെ പണയം വെക്കും പുള്ളി. അപ്പന്റെ സ്വത്ത് വിറ്റിട്ട് ഇത് മുഴുവൻ അടിച്ചു പൊളിച്ച് തീർക്കാൻ മടിയില്ലാത്തവൻ പൊന്മോതിരം വിട്ടാൽ അതും വിൽക്കും. ശ്രദ്ധിച്ചോണം. ഇത്രയുമുള്ള ഈ മകനെ എന്തുകൊണ്ട് കൊടുത്താലും അവൻ മുടിപ്പിക്കും. ഇത് ഈ സ്നേഹമുള്ള പിതാവിനറിയാം. ഇവൻ എപ്പോഴാ സുബോധം വന്നെന്നറിയാവോ? ഇവനെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇവന് മനസ്സിലായി അപ്പന്റെ ഭവനത്തിൽ എനിക്ക് എത്രത്തോളം അനുഗ്രഹമുണ്ടെന്നുള്ള ബോധം വന്നപ്പോൾ അവൻ മടങ്ങി വന്നു. അപ്പൊ യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ട ഒരു സത്യം എന്നാന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ നിയമ വ്യവസ്ഥയ്ക്കകത്തോട്ട് നിങ്ങൾ കയറണം. ഇനി മത്തായിലേക്ക് ഞാൻ വരാം. മത്തായിൽ യേശുവിനോട് പത്രോസ് ചോദിച്ചു, കർത്താവേ, സകലതും വിട്ടേച്ച് ഞങ്ങൾ അങ്ങയെ അനുഗമിച്ചിട്ട് ഞങ്ങൾക്ക് എന്നാ കിട്ടും എന്ന് ചോദിച്ചതിന്റെ കാരണം നിങ്ങൾക്കറിയാം. ആ ഒരു സമയത്തിൽ യേശുവിന്റെ പുറകെ പോയ ഒറ്റ കാരണത്താൽ ഒറ്റപ്പെട്ടു പോയ ആൾക്കാരെ അവരെ ഇനി സഭയിൽ കേട്ടത്തില്ല. യഹൂദന്മാർ യേശുവിനെ ഉപദ്രവിക്കാൻ നടന്നുവെങ്കിൽ ശിഷ്യന്മാരെ ഉറപ്പായിട്ടും എന്ത് ഉപദ്രവിക്കും. കർത്താവിന്റെ പുറകെ പോയപ്പം അതുവരെ അവരുടെ കൂടെ മീൻ പിടിക്കാൻ പോയ ആൾക്കാർ രാവിലെ വന്ന്, പത്രോസേ വാ നമുക്ക് മീൻ പിടിക്കാൻ കടലിൽ പോകാം. അയ്യോ, ഇന്ന് എനിക്ക് യേശുവിന്റെ കൂടെ മീറ്റിംഗ് ഉണ്ട്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് അവർ ചോദിക്കുമ്പോൾ പത്രോസ് തല വലിച്ച് നിൽക്കും. പത്രോസേ, ഇന്ന് നീ എന്റെ കൂടെ മീൻ പിടിക്കാൻ വന്നില്ലെങ്കിൽ നീ നിന്റെ കുടുംബം പട്ടിണിയാ. സാരമില്ല, യേശു നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചേക്കുക. നാട്ടിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ പറയും, പലരും പല രീതിയിൽ പരിഹസിക്കും, നിനക്ക് വേറെ പണിയൊന്നുമില്ല യേശുവിന്റെ പുറകെ പോകാൻ. അങ്ങനെ പരിഹസിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, പല ചോദ്യങ്ങൾ അകത്തിങ്ങനെ കടന്ന് പോകഞ്ഞ സമയത്ത് പത്രോസ് പോയി, കർത്താവേ, സകലതും വിട്ടേച്ച് ഞങ്ങൾ നിന്നെ അനുഗമിച്ചാൽ ഞങ്ങൾക്ക് എന്നാ കിട്ടും? യേശു പറയാം, പത്രോസെ, എന്നാ ചോദ്യം ചോദിക്കുന്നത്? ഞാനല്ലേ ഏറ്റവും വലുത്? അതിനേക്കാൾ വലുതാണോ നിന്റെ വീട്ടിൽ അരി മേടിക്കുന്ന കാര്യം? അതിനേക്കാൾ വലുതാണോ നിന്റെ ജീവിത വരുമാന മാർഗങ്ങളും സാഹചര്യങ്ങളും എന്ന് യേശു ചോദിച്ചില്ല. കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോണം, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്നെ മഹത്വത്തിന്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരിക്കും. ഒന്ന് ആത്മീയമായിട്ട് പറയുകയാണ്, അതാണ് ഏറ്റവും പ്രയോറിറ്റി. ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. ഇനി അടുത്ത വാക്യം, എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരിയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലത്തെയോ വിട്ടുകളയുന്നവനെല്ലാം 100 മടങ്ങ് ലഭിക്കും. ഇത് സ്വർഗത്തിലെ കാര്യമല്ല. സ്വർഗത്തിൽ നിങ്ങൾക്കൊന്നും കളയാനില്ല, എല്ലാം കിട്ടാനേ ഉള്ളൂ. ഈ ഭൂമിയിലാണ് നമ്മൾ യേശുവിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പലരും പറയത്തില്ല, വലിയ പ്രാർത്ഥനക്കാരനാ, വലിയ പ്രാർത്ഥനക്കാരിയാ, ബൈബിളുമായിട്ട് ഇറങ്ങുക. ഈ പരിഹാസമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വലിയ കാര്യത്തിൽ പറയും, കർത്താവ് നിമിത്തം എല്ലാം നഷ്ടപ്പെട്ടു. കർത്താവ് പറയും, പൊന്നു സഹോദര സഹോദരി, മകനെ മകളെ, ഞാൻ നിമിത്തം നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ബൈബിള് പറഞ്ഞു നോക്കി 2 മടങ്ങല്ല, എന്റെ കൂടെ ഒന്ന് എല്ലാവരും ഒന്ന് ഉറക്കി ഒന്ന് പറയണം, 2 മടങ്ങല്ല 100 മടങ്ങ് തരുമെന്ന് പറ. 2 മടങ്ങല്ല, 100 മടങ്ങ്, 1000 മടങ്ങ്. അമ്മേ, അപ്പൊ ചിലര് ചോദിക്കും അപ്പൊ ചിലര് ചോദിക്കും 100 മടങ്ങ് കിട്ടാൻ വേണ്ടിയാണോ നിങ്ങൾ കർത്താവിന്റെ പുറകെ പോകുന്നതെന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ വേണം അത് തന്നെ എന്ന് പറയണം. കാരണം പിശാചിന്റെ ആഗ്രഹം 100 മടങ്ങ് പോയിട്ട് 2 മടങ്ങ് പോലും നിങ്ങൾ മേടിക്കരുതെന്നാണ് അവന്റെ ആഗ്രഹം. പക്ഷെ നിങ്ങൾ പറയണം, കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 മടങ്ങ് എനിക്ക് കിട്ടിയിരിക്കും. ഇനി ശ്രദ്ധിച്ചോണം, ഇതും മുടിയൻപുത്രനുമായിട്ട് എന്നാ ബന്ധം? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, പത്രോസ് ലീഗ യേശു വിളിച്ചപ്പം രാവിലെ 11 മണി മുതൽ 5 മണി വരെ പത്രോസ് ലീഗ മീൻ പിടിക്കാൻ വേണ്ടി പോകും. ശ്രദ്ധിച്ചു, 11 മണി മുതൽ രാവിലെ 7 മണി മുതൽ 12 മണി വരെ മീൻ പിടിക്കാൻ പോകും. എന്നിട്ട് 12 മണിക്ക് ശേഷം, യേശുവേ, ഞാൻ ഇന്ന് അവൈലബിളാ കർത്താവ് ഇന്ന് അവൈലബിൾ ആണോ? ഞാൻ സുവിശേഷ വേലയ്ക്ക് വരാം. കർത്താവ് പറയും, സോറി പത്രോസ്, ഞാൻ ഇന്ന് ഫ്രീയാ, നീ ഫ്രീ ആണോ? അല്ല, പത്രോസ് ലീഗ ഫ്രീ അല്ല, പത്രോസ് ലീഗ ബിസിയാ. പത്രോസ് ലീഗ പറഞ്ഞു, അയ്യോ എനിക്ക് പറ്റത്തില്ല കേട്ടോ, കാര്യം യഹൂദന്മാരറിഞ്ഞ കർത്താവെ നിന്റെ പുറകെ വന്ന് ഞങ്ങളെ കല്ലെറിഞ്ഞ് കൊല്ലും. അവര് ഞങ്ങളെ വീട്ടിൽ കേട്ടത്തില്ല, കല്യാണത്തിന് വിളിക്കത്തില്ല, മരണത്തിന് വിളിക്കത്തില്ല, സമൂഹത്തിൽ ഞങ്ങൾ ഒറ്റപ്പെടുത്തും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ ആരും കാണാതെ പ്രാർത്ഥനയ്ക്ക് വരാം. മനസ്സിലാകുന്നുണ്ട് കർത്താവെ? യേശുവേ, അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ എന്ത് ചെയ്യാം? ആരും ഇല്ലാത്തപ്പോൾ ഞാൻ പമ്മി വരാം. അല്ല, പബ്ലിക്കായിട്ട് പത്രോസ് ലീഗ യേശുവിന്റെ പുറകെ വന്ന്, പത്രോസ് ലീഗ മാത്രമല്ല കർത്താവിന്റെ ശിഷ്യന്മാർ, അവർക്കറിയാം ഞങ്ങളെ ഒറ്റപ്പെടുത്തും, ഞങ്ങളെ തള്ളിപ്പറയും. ഇതിന്റെ ഏറ്റവും വലിയ ഉപമയിലേക്ക് ഞാൻ വരാം. ബൈബിൾ പറയുന്നു, മർക്കോസിൽ പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവനോ ശിക്ഷാവിധിയിൽ അകപ്പെടും. കർത്താവിനെ അനുഗമിച്ച് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും കർത്താവിന്റെ കൂടെ ഞാൻ യേശുവിന്റെ അനുകാരിയാണെന്ന് വിശ്വസിക്കുന്നവൻ
ലോകപ്രകാരം പറയും മണ്ടത്തരം കാണിച്ചു. ധൈര്യത്തോടെ പറയണം, എൻ്റെ കർത്താവിന്റെ വഴിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ യേശുവിന്റെ വഴിയിലാണ്, ഇപ്പോൾ ഞാൻ യേശുവിന്റെ കരത്തിലാണ്, ഇപ്പോൾ ഞാൻ യേശുവിന്റെ സുരക്ഷിതമായ പദ്ധതിക്കകത്താണ്. അതുകൊണ്ടാണ് പത്രോസ് ലീഗ ചോദിച്ചത്, കർത്താവ് എന്നാ കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേക്കും പത്രോസെ നീ അത്രയ്ക്ക് വളർന്നോ എന്നോട് ചോദിക്കാനെന്ന് ചോദിച്ചില്ല. പകരം കർത്താവ് പറയാം, മോനെ എന്റെ നിമിത്തം ഒന്ന് സ്വർഗത്തിൽ നിനക്ക് വലിയ പ്രതിഫലമുണ്ട്. അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ചെയ്തില്ല ദൈവം. എന്നും പറഞ്ഞ് സ്വർഗത്തിൽ എനിക്ക് അനുഗ്രഹമുണ്ട്, ഭൂമി ഞാൻ ഗതികെട്ടവനെ പോലെ ജീവിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. ഭൂമിയിൽ മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, ആ വാക്ക് നിങ്ങൾ എടുത്തു നോക്കിക്കേ. നിങ്ങൾ ആ വചനം മുതൽ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. എന്റെ നിമിത്തം വീടുകളെയോ സഹോദരനെയോ സഹോദരനെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞാൽ 100 മടങ്ങ് ലഭിക്കും, അവൻ നിത്യജീവനെ അവകാശമാക്കുമെന്നാ പറഞ്ഞത്. ആമേൻ. അപ്പൊ 100 മടങ്ങ് എന്ത് ചെയ്യും? കർത്താവ് തരും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, കർത്താവ് നിമിത്തം നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ട് അതങ്ങ് പോയെന്നാ. ശ്രദ്ധിച്ചോണം, അതല്ല ദൈവത്തിന്റെ പ്ലാൻ. അങ്ങനെയെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, പത്രോസെ യേശുവിനെ പുറകെ പോയിട്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോണം, അതിന്റെ പ്രതിഫലം ദൈവം മടക്കി തന്നിരിക്കും. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാക്കല്ല എനിക്ക് വേണ്ടത്. ഈ വചനത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു വാക്യം കൂടെ, ഈ ഭൂമിയിലും വരുവാനുള്ളതിലും ഒരു വാക്യം കൂടെ ഉണ്ടായിരുന്നു. അതെനിക്ക് വന്ന മറ്റ് ലൂക്കോസിലാണ് എനിക്ക് തോന്നുന്നു എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരി അപ്പനെയോ അമ്മയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞെങ്കിൽ ഈ ഭൂമിയിലും വരുവാനുള്ളതിലും ഒരു വാക്യം കൂടെ ഉണ്ട്. അതിലേക്കൊന്ന് ലൂക്കോസിലാണ് എനിക്ക് തോന്നുന്നത്. ആമേൻ. അപ്പം അവിടെ എടുത്തു പറയുന്നുണ്ട് കർത്താവ്. അപ്പൊ മുടിയൻപുത്രന്റെ പറ്റിയത് എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടിയൻപുത്രൻ ഈ ലോകത്തിൽ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയി ഈ ലോകത്തോട് അവൻ അനുരൂപനായി എന്ത് ചെയ്യുക? അവൻ ജീവിക്കുക. അവനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവനെ തൊടാത്തതിന്റെ കാരണം എന്നാന്ന് വെച്ചാൽ, ദൈവം അവനെ വിളിക്കുക. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. യേശുക്രിസ്തു പ്രസംഗിക്കുമ്പോഴും യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുമ്പോഴും വിളിക്കുന്ന ഒരു വാക്കുണ്ട്, മാനസാന്തരപ്പെടണം. മനം തിരിഞ്ഞ് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനാ പറഞ്ഞേക്കുന്നത്. എന്റെ അർത്ഥം മനം തിരിയണം. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു, പണ്ട് എനിക്കൊരു പ്രാർത്ഥന വിഷയം വന്നത് ഒരിങ്ങനെയാ. പണ്ട് കുറെ കാലം മുമ്പ് ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം കർത്താവിന്റെ സന്നിധിയിൽ വന്ന്, അദ്ദേഹത്തിനൊന്നും അറിയത്തില്ല, അദ്ദേഹത്തിന് വലിയൊരു വിഷയത്തിന്റെ അകത്ത് ഭാരപ്പെട്ട് തകർന്നിരിക്കുന്ന സമയത്താണ് അദ്ദേഹം യേശുവിനെ അറിയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒന്നും അറിയത്തില്ല കേട്ടോ, അദ്ദേഹം വചനമൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ ഒരു വിഷയം എന്നെ ഒരു രാത്രിയിൽ, ഒരു പാതിരാത്രി സമയത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഉറക്കത്തിൽ നിന്നിട്ട് കോൾ എടുത്തിട്ട്, ബ്രദറെ അർജന്റ് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, നിങ്ങൾ ഇവിടെ സംശയം ചോദിക്കുന്നുണ്ട്, അർജന്റ് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു, ബ്രദറെ പെട്ടെന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ്, എനിക്ക് ഉറപ്പാണ്, ബ്രദർ പ്രാർത്ഥിച്ചാൽ അത്ഭുതമാണ്. ഓക്കെ, എനിക്കിങ്ങനെ ഇങ്ങനെ പറയും, അദ്ദേഹം ഇങ്ങനെ ബ്രദർ ഒരു 150 പ്രാവശ്യം ബ്രദർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന വിഷയം, ഇദ്ദേഹത്തിന്റെ മനസ്സ് മൊത്തവും ബ്രദർ യേശുവാന്ന് വിചാരിച്ച പുള്ളി ഇരിക്കുന്നത്. ആമേൻ. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ വിഷയം പറ. അപ്പോൾ പറഞ്ഞു, ബ്രദറെ അന്ന് നമ്മൾ പ്രാർത്ഥിച്ചപ്പം വലിയൊരു പ്രവർത്തി നടന്നപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശു പ്രവർത്തിച്ചു, നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് കർത്താവ് നിങ്ങളെ സഹായിച്ചു. അപ്പോൾ അതുകൊണ്ട് എന്നോട് ബ്രദർ അതുപോലത്തെ ഒരു വിഷയമുണ്ട്, എൻ്റെ കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിക്കണം, യേശു ഉറപ്പായിട്ടും ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ചെന്ന വിഷയം. അപ്പോഴോട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ ഷാപ്പിൽ ഇരുന്ന് കള്ളു കുടിക്കുമായിരുന്നു, കള്ളു കുടിച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി, ദേഷ്യം വന്നപ്പോൾ അവൻ കുപ്പി പൊട്ടിച്ച് എന്ത് ചെയ്തു, മറ്റവനെ കുത്തി. ഇപ്പോഴാണ് ആരോ പറഞ്ഞു, കുത്തി കൊണ്ടവൻ മരണപ്പെട്ടു, പോലീസ് അന്വേഷിക്കുന്ന, ബ്രദർ പ്രാർത്ഥിക്കണം, പോലീസ് അവനെ പിടിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ബ്രദർ പ്രാർത്ഥിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി, പ്രാർത്ഥനാ വിഷയമാണ്. എൻ്റെ പ്രാർത്ഥന വിഷയം വെച്ചാൽ ഷാപ്പിൽ കിടന്ന് നല്ല ഉണ്ടായി, കുപ്പി പൊട്ടിച്ചു, കുത്തിയ ആള് മരണപ്പെട്ടു. അപ്പോൾ മരണപ്പെട്ടിട്ട് കുത്തിയവൻ എന്ത് ചെയ്യുവാണ്, ഇയാളുടെ സുഹൃത്താണ്, അയാൾ ഒളിവിലാണ്, പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കണം, യേശു അത്ഭുതം ചെയ്യുവല്ലോ. ഇതാണ് മുടിയൻ പുത്രന് വേണ്ടി എന്തുകൊണ്ടാണ് മനസ്സലിവുള്ള പിതാവ് അവിടെ പോയി പ്രവർത്തിക്കാത്തതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ പൊന്മോതിരം ഇട്ടുകൊടുത്തിട്ട് അവൻ ആ പൊന്മോതിരവും കൂടെ വിറ്റിട്ട് ആ കൂട്ടുകാരുമൊത്ത് മദ്യപിച്ച് വെറിക്കൂത്തിൽ നടക്കാനല്ല ദൈവത്തിന്റെ ആഗ്രഹം. ദൈവത്തിന്റെ ആഗ്രഹം അവൻ അപ്പന്റെ ഭവനത്തിൽ മടങ്ങി വന്ന് സ്നേഹസ്വരൂപനായ ഒരു പിതാവുണ്ടെന്നും ഒരു കർത്താവ് എനിക്കുണ്ടെന്നും ആ കർത്താവ് എന്നെ കൈവിടത്തില്ലെന്നും എൻ്റെ യേശു എനിക്ക് വേണ്ടി ജീവൻ കൊടുത്തെന്നും പരിശുദ്ധാത്മാവ് അവന്റെ മനം തിരിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച് യേശുവിനെ അനുഗമിക്കുക എന്നുള്ള ഒരു വ്യവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് ലീഗ കോൺഫിഡൻസ് വെച്ച, കർത്താവ് ഇപ്പം ഞങ്ങൾ സകലതും വിട്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ പുറകെ വന്നേക്കുന്നത്. വൈകുന്നേരം എൻ്റെ ഭാര്യ ചോദിക്കും, ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു ലാംഗ്വേജ് പറയോട്ടെ, ക്ഷമിക്കണം,
വൈകുന്നേരം ചെല്ലുമ്പോൾ ഭാര്യ ചോദിക്കും നാളെ ചിട്ടിപ്പൈസ എങ്ങനെ കൊടുക്കും. കാര്യം മീൻപിടുത്തം പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മീൻ കിട്ടിയാൽ ഒന്നില്ലേലും പറഞ്ഞെങ്കിലും നിൽക്കാറ് നാളെയെങ്കിലും മീൻ കിട്ടും. ഈ ചോദ്യം കേൾക്കേണ്ട അവസ്ഥയിലേക്ക് പത്രോസ് വരുന്നുണ്ട്. കാര്യം ബൈബിളിൽ പറഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിക്കുന്ന മനുഷ്യനാണ്. ടൈം പാസിന് പോവല്ല, ജീവിക്കാൻ വേണ്ടി മീൻ പിടിക്കുന്നയാളാ. ഉള്ള വലയും വള്ളവും വിട്ടേച്ച് അദ്ദേഹം കർത്താവിനെ അനുഗമിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അത്യാർത്ഥിക്കാരനോ അദ്ദേഹം ദ്രവ്യാഗ്രഹിയോ ആയതുകൊണ്ടല്ല അത് ചോദിച്ചത്. അദ്ദേഹം ഫേസ് ചെയ്യുന്ന ചോദ്യങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ യേശുവിനെ വിളിക്കുന്നതോട് ഞാൻ പറയാം, നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ നടക്കും. യേശുവിന്റെ പുറകെ പോകുന്ന വ്യക്തിയാണോ നിങ്ങൾ? യേശുവിനായിരിക്കണം പ്രയോറിറ്റി. അല്ലാതെ പലരും ചിന്തിക്കും ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം, ഞാൻ എന്റെ വഴിക്ക് പോയേക്കാം. നല്ല, നിങ്ങൾ യേശുവിനെ അനുഗമിക്കണം. കർത്താവിനെ രക്ഷിതാവുമായി സ്വീകരിച്ച് യേശുവിന്റെ കൂടെ ചേരണം. എന്നിട്ട് കോൺഫിഡൻസോടെ പറയണം, എന്റെ ദൈവം എന്നെ കൈവിടത്തില്ലെന്ന് പറയണം. അല്ലാതെ ആരെങ്കിലും കാണുമ്പോൾ അയ്യോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്, ഓ ഞാൻ വല്ലപ്പോഴൊക്കെ പ്രാർത്ഥിക്കും, എനിക്കതൊന്നും അല്ല വിശ്വാസം കേട്ടോ. ആരെങ്കിലും ഒക്കെ ഒരു തമാശ പറയുമ്പോൾ യേശുവിനെ കുറ്റിയൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അവരോടൊക്കെ പോയി ചിരിക്കുവല്ല, ധൈര്യത്തോടെ പറയണം ഞാനൊരു വിശ്വാസിയാണ് എന്ന് ധൈര്യത്തോടെ പറയുന്നവന്റെ മുമ്പിൽ ദൈവം അഭിമാനിക്കും. എന്തുകൊണ്ടാണ് പത്രോസെ അങ്ങയോട് യേശു ദേഷ്യപ്പെടാഞ്ഞത്? കാരണം അത്രയും സമൂഹത്തിന്റെ മുമ്പിൽ യേശുവിനെ അനുഗമിച്ച നിമിത്തം നിന്നയ്ക്കകത്ത് പത്രോസ് കിടക്കുമ്പോൾ ഈ പത്രോസിനെ കളഞ്ഞിട്ടൊരു പരിപാടി കർത്താവിനില്ലെന്നേ. യേശുവിന്റെ പുറകെ വന്ന പത്രോസിനെ കളഞ്ഞിട്ടൊരു പരിപാടി കർത്താവിനില്ല. അവളുടെ കർത്താവ് പറഞ്ഞത്, പത്രോസെ നിങ്ങളെ മാത്രമല്ല, നിങ്ങൾ ഇനി വരാൻ പോകുന്ന ഞാൻ വെച്ചിട്ടൊരു സിംഹാസനം സ്വർഗത്തിലുണ്ട്. ആലോചിച്ച് നോക്കിയ 12 സിംഹാസനങ്ങൾ ഞാൻ ഇപ്പോഴേ ഒരുക്കി വെച്ചിരിക്കുക. അതിലിരിക്കുക മാത്രമല്ല, ഈ ഭൂമിയിലും ഞാൻ നിങ്ങളെ സമൃദ്ധിയായിട്ട് നടത്തും. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിനെ വിളിക്കുന്നവൻ തല കുനിച്ചിരുന്ന് നിൽക്കുന്നത് കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് അറിയത്തില്ല കേട്ടോ. കർത്താവിനെ വിളിക്കുന്നവൻ ലോകത്തിന്റെ മുമ്പിൽ തകർക്കപ്പെട്ടിട്ട് അതിൽ സന്തോഷിക്കുന്ന ഒരു മാനസിക നിലയിലുള്ള ഒരു ദൈവത്തെ എനിക്ക് അറിയത്തില്ല. എന്റെ സന്തോഷമാ ദൈവത്തിന്റെ സന്തോഷം. എന്റെ സമാധാനത്തിലിരിക്കുന്നത് കാണുന്നതാ ദൈവത്തിന് സന്തോഷം. തിരിച്ചറിയണം നമ്മൾ ദൈവത്തിന്റെ വ്യവസ്ഥയെ. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞേക്കുന്നത്, നിങ്ങൾ ആ ദൈവത്തിന്റെ നിയമത്തിലാണോ ഇരിക്കുന്നത്? അതോ വല്ലപ്പോഴും കറങ്ങി തിരിഞ്ഞൊരു സൂം പ്രയറിൽ കയറിയിട്ട് വല്ലപ്പോഴും ഒരു യൂട്യൂബിന്റെ പ്രാർത്ഥന കണ്ടിട്ട് കർത്താവായ യേശുവിലേക്ക് വരാൻ നിങ്ങൾ മടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥ മുടിയൻ പുത്രനെ പോലെയാ. കർത്താവിന് നിങ്ങളെ പൊന്മോതിരം ഇടാൻ ആഗ്രഹമുണ്ട്, നല്ല ഒന്നാന്തരം സ്വർണ്ണമോതിരം തരാൻ ആഗ്രഹമുണ്ട്, നല്ല ഒന്നാന്തരം ഒരു നിലയങ്കിയൊക്കെ മേടിച്ചിടാൻ ആഗ്രഹമുണ്ട്, നല്ല ഒന്നാന്തരം ചെരുപ്പിടിപ്പിക്കാൻ ആഗ്രഹമുണ്ട്, ഒരു മുഴുത്ത കാളയെ അറുത്ത് തരാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ കിടക്കുന്നത് എവിടെയാ? പന്നികളുടെ കൂട്ടത്തിൽ വാളവര് നിന്നുകൊണ്ട് കിടക്കുക. എവിടെയാ അത്? അപ്പന്റെ ഭവനത്തിന്റെ പുറത്താ. ഈ ദിവസങ്ങളിൽ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് കർത്താവ് പറഞ്ഞതുപോലെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ രക്ഷാവധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. കർത്താവിനെ അനുഗമിക്കുന്നവന് കോൺഫിഡൻസോടെ പറയാൻ പറ്റും, കർത്താവേ ഈ പ്രതിസന്ധിയിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ശരിയാ, ലോകക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും നിൽക്കുമ്പോൾ ആരോടെങ്കിലും ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. കുറച്ച് കഴിയുമ്പോൾ അവർ പറയും, എന്താ പറ്റി ഇപ്പൊ പ്രാർത്ഥനയൊന്നും ഇല്ലേ? അവന്റെ കളിയാക്ക് കണ്ടിട്ടുണ്ടോ? വലിയ പ്രാർത്ഥനയൊക്കെ ആയിരുന്നല്ലോ, ആ അവസരം അവൻ മുതലാക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം, കർത്താവേ ഒരുത്തന്റെ മുമ്പിലും കൈനീട്ടാതെ എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി എന്റെ ദൈവമാണ്, ഞാൻ അങ്ങേ അനുഗമിക്കുന്ന കർത്താവേ. കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആയിക്കേ. യേശുവിന്റെ സന്നിധിയിൽ നമ്മളൊരു കല്യാണത്തിനൊക്കെ പലരും എങ്ങനെയെന്നറിയോ, എല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് കയറുന്ന ആൾക്കാരുണ്ട്. അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടണം. പക്ഷെ ദൈവത്തിന് കൊടുക്കുന്ന പ്രയോറിറ്റി സെക്കൻഡറി എപ്പോഴും. നോക്കട്ടെ ബ്രദറെ, ഞാൻ അങ്ങനെ പറയുന്ന ആൾക്കാരോട് പറയുള്ളൂ, സഹോദര പ്രാർത്ഥനയ്ക്ക് കയറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ പ്രാർത്ഥനയ്ക്ക് കയറാൻ നോക്കട്ടെ ബ്രദറെ. ആർക്കാ? നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് കയറിയ ഒരാൾ പ്രാർത്ഥനയ്ക്ക് കയറിയ എനിക്ക് 2000 രൂപ വെച്ച് കിട്ടും കേട്ടോ. കിട്ടുമോ ഇല്ല നിങ്ങൾ പറ. ഒരാൾ പ്രാർത്ഥനയ്ക്ക് കയറിയാൽ ഒരാൾ 2000 വെച്ച് ഇന്ന് സൂമിൽ 315 പേര് കാണുന്നുണ്ട്, എത്ര പൈസ വെച്ച് എനിക്ക് കിട്ടും? ഞാൻ പറഞ്ഞു, സഹോദര എനിക്ക് നിങ്ങൾ കയറിയാലും കയറിയില്ലേലും സ്വർഗത്തിലെ ദൈവം എനിക്ക് അനുഗ്രഹിക്കപ്പെടും. കേറിയാൽ എപ്പോഴും ശ്രദ്ധിച്ചോണം, കർത്താവിന് നിങ്ങൾ വന്നാലും വന്നില്ലേലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ വന്നാൽ എപ്പോഴും ഓർത്തോണം, അനുഗ്രഹം ആവശ്യം എനിക്കാ. സാഹചര്യത്തിന്റെ അകത്തൊന്നും എനിക്കാണ് ഈ വിടുതൽ ആവശ്യം. ബ്രദറിന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ബ്രദറിന് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി അല്ല നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരേണ്ടത്. എപ്പോഴും ഓർത്തോണം, ദൈവസന്നിധിയിൽ ഞാൻ വരുന്നത് ഞാനാണ് ആവശ്യക്കാർ, എനിക്കാണ് ദൈവത്തിന്റെ സഹായം വേണ്ടത്. ആമേൻ. അപ്പൊ എപ്പോഴും ഓർത്തോണം, ഈ വ്യവസ്ഥ മറക്കരുത്. യേശുവിനെ അനുഗമിക്കണം. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നമ്മൾ തുടക്കത്തിൽ വായിച്ച വാക്യത്തിൽ പറഞ്ഞേക്ക്, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് യോഹന്നാനിൽ, ഞാൻ പിതാവ് എന്നിലുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായി സംസാരിക്കുന്നതല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവ് എന്നിലും
എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി നിമിത്തം. അപ്പൊ എന്നിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ചെയ്യും. അപ്പൊ ആമേൻ ആമേൻ എന്നുള്ളത് നമുക്കിന്ന് പറയാൻ പറ്റില്ല. നാളെ നമുക്ക് ആമേനെ പറ്റി പറയാം. അപ്പൊ ശ്രദ്ധിച്ചോണം, നിങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് പറയാൻ പറ്റണം, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. ഒരു മുടിയൻ പുത്രൻ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അറിയാവോ? മുടിയൻ പുത്രൻ ഒരിക്കലും പറയാൻ പറ്റത്തില്ല അപ്പൻ എന്നെ. അതുകൊണ്ടാണ് അവൻ ശ്രദ്ധിച്ചു നോക്കി, അവൻ പറഞ്ഞുകൊണ്ട് അപ്പൻ അവിടെ ചെല്ലുമ്പോഴേക്കും അപ്പൻ്റെ ദാസന്മാര് തിന്ന് ശേഷിക്കുന്നു, അതെങ്കിലും കിട്ടിയ. എനിക്ക് തോന്നുന്നത് ഈ വാക്യം ഞാൻ വേറെ സ്ഥലത്ത് എവിടെയോ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചിലപ്പോൾ അവിടെ ആ മനുഷ്യൻ ഇങ്ങനെ പറയുമായിരിക്കും, എനിക്ക് പിതാവേ, അവര് തിന്ന് ശേഷിച്ചതെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പുള്ളി ചെല്ലുന്നത്. മനസ്സിലാകുന്നുണ്ട്? അവന്റെ മൈൻഡ് സെറ്റപ്പേ മൊത്തം ലോസ്റ്റ് ആയി പോയി. ഹല്ലേലൂയ. കർത്താവിലുള്ളവന്റെ മനസ്സ് എപ്പോഴും പുത്രന്റെ മനസ്സായിരിക്കും. എൻ്റെ അപ്പൻ എനിക്കുണ്ട്. എപ്പോഴും ശ്രദ്ധിച്ചോണം, നാം യേശുവിനെ കർത്താവായി സ്വീകരിച്ച ഒരു വ്യക്തി. അതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്, നിങ്ങൾ ഇന്ന് യേശുവിനെ വിളിക്കും, മന്ത്രവാദിലെടുത്തു പോകും, കാണുന്ന സകല വിഗ്രഹത്തിന് മുമ്പിൽ പോയി നമസ്കരിച്ചിട്ട് യേശുവിനെ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഒരു നന്മയും കിട്ടത്തില്ല. ഇനി അഥവാ എന്തെങ്കിലും നന്മ കിട്ടിയാൽ അത് ദൈവത്തിൽ നിന്നല്ല, പിശാച് തരുന്നതാണ്. കാര്യം വിഗ്രഹാരാധന ദൈവം പ്രൊമോട്ട് ചെയ്യത്തില്ല. രണ്ടാമത്തെ കൽപ്പന ആർക്കെങ്കിലും കാണാപ്പാടം അറിയാവോ? ആർക്കെങ്കിലും അറിയാം കാണാപ്പാടമായിട്ട്? രണ്ടാമത്തെ കൽപ്പന 10 കൽപ്പനകളിലും ഞാനല്ലാതെ എല്ലാരും പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. ഞാനങ്ങ് പറയാം, ഞാനല്ലാതെ അന്യദൈവം നിനക്ക് ഉണ്ടാകരുത്. സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലോ യാതൊന്നിന്റെ വിഗ്രഹം ഉണ്ടാക്കരുത്. പിന്നീട് വചനത്തിൽ പറഞ്ഞ് വിഗ്രഹങ്ങളെ നമസ്കരിക്കരുത്. അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞ് കൈപ്പണിയായ ഒന്നിലും ദൈവം വസിക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ വ്യവസ്ഥകളാണ്. അതൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ പാലിക്കെങ്കിൽ മാത്രമേ ഉള്ളൂ കർത്താവ് പറഞ്ഞ ആ നന്മകൾ എനിക്ക് കരസ്ഥമാക്കാൻ പറ്റത്തുള്ളൂ. അതാണ് പല അനുഗ്രഹത്തിന്റെ തടസ്സം. നമ്മൾ അടുത്ത ദിവസം ഇതിന് കുറച്ചും കൂടെ ഈ ഒരു കാര്യത്തെ പറ്റി മുന്നോട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കകത്താണോ എന്നെപ്പോഴും പരിശോധിക്കണം. എപ്പോഴും ശ്രദ്ധിച്ചോണം. ഈ മനസ്സലിവുള്ള പിതാവ് വാളവര തിന്നു കിടക്കുന്ന ഈ മകനെ കാണാൻ വേണ്ടി പൊന്മോതിരവുമായിട്ട് ഒരിക്കൽ പോലും ദൂർത്തടിച്ചു നടന്ന സമയത്തും പോയില്ല, അന്നും പോയില്ല. അവൻ എപ്പോഴാണോ മടങ്ങി വന്നത് അപ്പോഴാണ് ഇതെല്ലാം കൊടുത്തത്. എപ്പോഴാണോ അവൻ ആ ദൈവിക പദ്ധതിയുമായിട്ട് ജോയിന്റ് ആയത് അപ്പോഴാണ് അവന് മുഴുവൻ അനുഗ്രഹങ്ങളും കിട്ടിയത്. അവിടെ അതുവരെ അവൻ അവിടെ തന്നെ കടന്നു. എപ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അനുഗ്രഹത്തിന്റെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഒരു മഴ പെയ്യുന്നത് പോലെ നന്മയാകത്തു. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ കാരണം പലപ്പോഴും ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഏറ്റുപറഞ്ഞ് പറഞ്ഞ് അനുഗ്രഹം പ്രാപിച്ചതുകൊണ്ട്, പക്ഷെ ഞാൻ ഏറ്റുപോലും പറയാതെ ഇഷ്ടംപോലെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ഈ നിയമത്തിന്റെ അകത്തുള്ളത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ദൈവത്തോട് ചോദിച്ച, കർത്താവ്, ഞാൻ ഇന്നൊരു വിഷയത്തിൽ എനിക്കൊരു അത്ഭുതം വേണം. ദൈവം അത്ഭുതം ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചോദിക്കാത്ത 100,000 കാര്യങ്ങൾ എനിക്ക് ഇഷ്ടം പോലെ ദാനമായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടല്ല, ഞാൻ പോലും അറിയാതെ ഞാൻ ആ നിയമത്തിന്റെ കീഴെ വന്നതുകൊണ്ട് കിട്ടിയതാ. ഇനി ഒത്തിരി ബോണസുകൾ നമുക്കുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാം, മറക്കരുത്. നാളെ നമ്മൾ ആമേനെ പറ്റി കുറച്ചുകൂടെ ചിന്തിക്കും. രണ്ടാമത്തത്, ദൈവികമായ നിയമ ഉടമ്പടിക്കകത്താണ്. ഒന്ന് പരിശോധിക്കണം, എന്തുകൊണ്ട് എനിക്ക് അനുഗ്രഹങ്ങൾ കാണാൻ പറ്റുന്നില്ല? ചോദിക്കണം നമ്മളോട്. അവിടെ നമ്മൾ ഒരിക്കലും യേശുക്രിസ്തു തിരിച്ചു നോക്കിയിട്ടുണ്ട്. കർത്താവ് ചുമ്മാ ആരെയും അനുഗ്രഹിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത്തത്, മുടിയൻ പുത്രനെ ദൈവം അവന്റെ അവസ്ഥയിൽ അനുഗ്രഹിക്കത്തില്ല. അതും കൂടെ വിറ്റ് അവൻ എന്ത് ചെയ്യും? ദൂർത്തടിക്കും. സാധ്യത 100% ഉണ്ട്. അവന് സുബോധം വരുന്നത് വരെ പിതാവ് എന്ത് ചെയ്തു? കാത്തിരുന്നു. ഇവിടെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് ഒരിക്കൽ സഹോദരി എന്ന പ്രാർത്ഥനയ്ക്കുണ്ടോന്ന് എനിക്കറിയത്തില്ല. കർത്താവ് ഒരു ആലോചന വെളിപ്പെട്ട ഒരു സഹോദരി എനിക്ക് മെസ്സേജ്, എനിക്ക് ആ ഓഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല. ദൈവാത്മാവ് ഒരു പേര് വെളിപ്പെടുത്തിയായിരുന്നു. ആ സഹോദരിയുടെ കൂട്ടുകാരി വിളിച്ചു പറഞ്ഞിട്ട് ആ സഹോദരി ഇന്ന് എനിക്ക് മെസ്സേജ്, ബ്രദർ എൻ്റെ വിഷയമാണ് ഇടപെട്ടത്. ആ സഹോദരി ഇന്ന് പ്രാർത്ഥനയ്ക്കുണ്ട്. ഞാനത് വോയിസ് തന്നെ മറന്നുപോയി. രാവിലെയാണ് ഞാനത് കേട്ടത്. എനിക്കത് ഡൗൺലോഡ് ചെയ്യാനോ സേവ് ചെയ്യാനോ പറ്റിയില്ല. സഹോദരി ഇന്നുണ്ടോ? ഈ മ്യൂട്ട് മാറ്റിക്കുന്ന സഹോദരിയാണോ അത്? സീമ സഹോദരിയാണോ?
സിസ്റ്ററെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? പറഞ്ഞോ. സിസ്റ്റർ അല്ലെങ്കിൽ വോയിസ് റെക്കോർഡ് അയച്ചത്. മക്കളെ കുറിച്ച് അത് ഭയങ്കര ഭാരത്തിലൊക്കെ ഇരിക്കുവായിരുന്നു. അപ്പൊ എന്റെ കൂട്ടുകാരത്ത് പോയിട്ടുള്ള സരിത എനിക്ക് ലിങ്ക് അയച്ചു തന്നത്. അപ്പം ഒരു 3 ആഴ്ചയായി ഞാൻ ഇടയ്ക്ക് കയറാറുണ്ട്. അപ്പം ബ്രദർ പറഞ്ഞ വചനങ്ങൾ വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് എന്റെ സങ്കീർത്തനം 127 മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ ആ വാക്കുകൾ വെച്ച് പ്രാർത്ഥിച്ച്. അതേപോലെ പഠിത്തത്തിലൊക്കെ മോളിച്ച് പുറകോട്ടായിരുന്നു. പഠിത്തത്തിലൊക്കെ ഇതായിട്ട് വരുന്നുണ്ട്. സാക്ഷിയൊക്കെ പരീക്ഷയിലൊക്കെ നല്ല മാർക്കുണ്ട്. പിന്നെ കർത്താവ് സന്തോഷം നൽകി. അത്ഭുത സാക്ഷ്യങ്ങളാണ്. തീർച്ചയായിട്ടും സൗകര്യം പറഞ്ഞ സാക്ഷ്യം പോലെ തന്നെ വേറൊരു സാക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. വേറൊരു സാക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നാളെ അതുകൊണ്ട് കേൾപ്പിക്കാൻ വേറൊരു സൗകര്യം അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഒരു സെക്കൻഡ് നിങ്ങൾ ഒരുമിച്ച് മ്യൂട്ട് മാറ്റല്ലേ. ഈ സമയത്ത് നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഈ നിമിഷം എല്ലാവരും ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം. ഇന്ന് കർത്താവിൻ്റെ നിയമത്തിലേക്ക് വരുവാൻ ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് റെഡിയാകാൻ വേണ്ടി പോവാണ്. കർത്താവ് നമ്മളെ നോക്കുമ്പോൾ നമ്മളിപ്പോഴും വള്ളവും വലയുമായിട്ട് കടലിൽ കിടക്കുന്ന ആളാണോ, അതോ വാളവർ നിന്നുകൊണ്ട് പന്നിക്കൂട്ടത്തിലാണോ, ദൂർത്തടിച്ച് നടക്കുന്ന അവസ്ഥയിലാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. അല്ല, ഞാൻ അപ്പൻ്റെ ഭവനത്തിലാണെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ല. നിങ്ങളുടെ സ്ഥിതിക്കകത്ത് നിങ്ങൾ പുറത്തു വന്നിരിക്കും. ധൈര്യത്തോടെ പറഞ്ഞോണം, എനിക്കിതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. നമ്മളെ തന്നെ എപ്പോഴും ബൈബിളിൽ ഒരു വാക്യം, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയൊന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുന്നതെന്ന് പൗലോസ് ആത്മാവിൽ പറഞ്ഞു. നമ്മളെ പരിശോധിക്കണം. ഞാൻ അപ്പൻ്റെ ഭവനത്തിൽ തന്നെയാണ്, എപ്പോഴും ഓർത്തണം. ലോകത്തുള്ള സകല യൂട്യൂബിലും പ്രസംഗം കേൾക്കുമ്പോൾ കാണുന്ന എല്ലാ പ്രസംഗവും ചാടി പിടിക്കുന്ന ആൾക്കാരുണ്ട്. യൂട്യൂബ് തുറക്കുക, എൻ്റെത് നിങ്ങൾ കണ്ടില്ലേലും കുഴപ്പമില്ല. ലോകത്തിലുള്ള സകല ഉപദേശവും കേൾക്കാൻ പിടിക്കരുത്. കാര്യം പല ഉപദേശത്തിൻ്റെ അകത്തും നമ്മളെ തന്നെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്ന വചന വ്യാഖ്യാനങ്ങളുണ്ട്. വളരെ ശ്രദ്ധിച്ചോണം. എന്തിനാണ് ഞാനിങ്ങനെ വാണിംഗ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരും കൺഫ്യൂഷനിൽ പോയി പ്രാർത്ഥിക്കുന്നവരുണ്ട്, നിരാശപ്പെട്ടു പോകുന്നവരുണ്ട്. തിരിച്ചറിവിൽ പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ചോട്ടെ. യേശുവേ ആരാധന. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ ആരാധന. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഒരു സൈമന്റെ ഭവനത്തെ കർത്താവ് സ്പർശിക്കാൻ പോവുകയാണ്. സൈമന്റെ ഭവനത്തെ ദൈവാത്മാവിനെ കാണിക്കുന്നു. സൈമന്റെ മോളുമായി ബന്ധപ്പെട്ട് വലിയൊരു ഭാരത്തിലിരിക്കുകയാണ്. ആ സൈമന്റെ കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ദിവസങ്ങളിൽ ആ മകളുമായിട്ട് ബന്ധപ്പെട്ട് ആ കുടുംബം തന്നെ വലിയൊരു ദുഃഖത്തിലിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനോട് പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുക. സൈമണും കുടുംബവും ദൈവം നിങ്ങളെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകും. എല്ലാവരും പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്നവരെല്ലാം ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ചിട്ട് പറയണം, ഈ രോഗം എൻ്റെ യേശു വഹിച്ചതാണ്. കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഏത് മാരക രോഗമായിക്കോട്ടെ, ഇനി ഒരിക്കലും ചികിത്സയില്ലാത്ത രോഗമായിക്കോട്ടെ, ഇനി കണ്ണില്ല എന്ന് വിചാരിച്ചു, കാലില്ല എന്ന് വിചാരിച്ചു, ചെവി ഇല്ല എന്ന് വിചാരിച്ചു, ഒരവയവം അവിടെ ഇല്ലെന്ന് വിചാരിച്ചു, ഉണ്ടായി വരുമെന്ന് വിശ്വസിക്കണം. അതെന്നാ ബ്രദറെ, അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? മരിച്ച് നാറ്റം എന്ന ഡെഡ് ബോഡീനെ പേര് വിളിച്ചിട്ട് കർത്താവിന് ഉയർപ്പിക്കാൻ പറ്റുമെങ്കിൽ കർത്താവ് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. എൻ്റെ കർത്താവേ, 4 ദിവസം നാറ്റം വന്ന ഡെഡ് ബോഡി ഉയർപ്പിക്കുന്നതിനെ ഞങ്ങൾക്ക് ഇപ്പോഴും ബുദ്ധിക്കും ചിന്തയ്ക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. കർത്താവ് പറയും, ഞങ്ങൾ വാക്യ ശ്രദ്ധിച്ചൊക്കെ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. അങ്ങനെയെങ്കിൽ കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ കേടായ രോഗം വന്നിരിക്കുന്ന കിഡ്നിയോ ഹാർട്ടോ പാൻക്രിയാസോ എന്തു ആയിക്കോട്ടെ, കണ്ണോ കാതോ ചെവിയോ കാലോ ഞരമ്പോ അസ്ഥിയോ എന്തു ആയിക്കോട്ടെ, കൈവച്ചിട്ട് പറയണം, എൻ്റെ കർത്താവ് യേശു എനിക്ക് വേണ്ടി മുറിവേറ്റത് കൊണ്ട് എൻ്റെ അവയവങ്ങൾ പുതിയ അവയവങ്ങളാവുക. കേടായത് റിപ്പയർ ആകത്തില്ല. പുതിയത് 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 യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കും. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കും. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കും. കർത്താവേ, ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്ന യേശുവേ, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നപ്പാ. കാൽവരി ക്രൂശിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞപ്പാ. യേശു ഞങ്ങൾക്ക് വേണ്ടി വില കൊടുത്തതാണപ്പാ. സകലതും നിവൃത്തിയായതാണ് കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ,
ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, എൻ്റെ യേശു ജീവിക്കുന്നു. അങ്ങനെ തന്നെ പറയും, എൻ്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് എൻ്റെ ഒരു രോഗത്തിനും എന്നെ പിടിച്ചു വലിച്ച് കിടത്താൻ പറ്റത്തില്ല. കിടക്ക എടുത്ത് ഞാൻ നടക്കാൻ പോവുക. രോഗ കിടക്കയൊക്കെയും ഞാൻ മാറ്റി വിരിക്കാൻ പോകുക. ഡോക്ടർമാർ അത്ഭുതപ്പെടാൻ വേണ്ടി പോകുക. മെഡിക്കൽ സയൻസ് അതിശയിക്കാൻ പോകുക. അവർ പറയാൻ പോവുക, ഇത് മിറക്കിളാണ്, ഇത് യേശു ചെയ്ത മിറക്കിളെന്ന്. അങ്ങനെയൊക്കെ ഒന്ന് വിശ്വസിച്ച് കണ്ടേ. ഓ, യേശുവിന്റെ നാമത്തിൽ 10 രൂപയുടെ ലോട്ടറി അടിക്കുമെന്ന് വിശ്വസിക്കുന്ന നമ്മൾ കോടിപതിയാവുമെന്ന് വിശ്വസിക്കാൻ ലോകത്തിൽ ആർക്കും പറ്റും, അല്ലേ? എന്നാൽ ഇന്ന് മുതൽ അതൊക്കെ മാറ്റിവെച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്ക്. ധനവും മാനവും പുരാതന സമ്പത്തും ഉള്ള എൻ്റെ പിതാവ് ഇന്ന് തടിച്ച കാളയെ അർപ്പിച്ച് പൊന്മോതിരം ഇട്ടുകൊടുത്ത് ചെരുപ്പിട്ട് മേലങ്കി ധരിപ്പിക്കുവാൻ കഴിവുള്ള ഒരു സമൃദ്ധിയുള്ള എൻ്റെ പിതാവ് എനിക്ക് സമൃദ്ധി തരും. 100 മടങ്ങ് എനിക്ക് സമൃദ്ധി തരുവാൻ ശക്തനായ എൻ്റെ ദൈവം. ഇന്ന് ആലോചിച്ച് നോക്കി, ഈ ലോകത്തിൽ എനിക്ക് തോന്നുന്നില്ല ഒരു പിതാവ് ഞാൻ വഴി 100 മടങ്ങ് തരുവാൻ. എത്ര നഷ്ടങ്ങളുണ്ടോ ഒരാൾക്കും ലോകത്തിൽ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. നഷ്ടങ്ങൾ ലാഭമാക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് എല്ലാ നഷ്ടങ്ങളെയും ലാഭമാക്കി മടക്കി തരുവാൻ കഴിയുന്ന ദൈവം. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു തരികയും ചെയ്യുന്ന ദൈവം. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞാൻ ചാണ്ടി എന്നൊരു പേര് കാണും. ഒരു വ്യക്തിയുടെ പേരുമായിട്ട് അവസാനം ഈ പേരുണ്ട്, ചാണ്ടി എന്ന പേര് അവസാനം വരുന്ന ഒരു വ്യക്തി. സൂമിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ആ വ്യക്തിയുടെ പേരിന്റെ അവസാനം ചാണ്ടി എന്നുണ്ട്. അങ്ങനെ ഒരു സർനെയിം പോലെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ. പലപ്പോഴും വലിയ കുടുംബ പേരൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ എല്ലാം തകർന്നിരിക്കുക. പേര് വലിയ കുടുംബ പേരാ, പക്ഷെ ജീവിതത്തിന്റെ അകത്ത് മൊത്തം തകർച്ചയാ. അകം പൊള്ളയാ. പുറത്ത് വലിയ വലിപ്പമുണ്ട്, അകം പൊള്ളയാ. യേശുവേ, ഈ ദിവസങ്ങളിൽ ആ ഒരു വ്യക്തിയോടും ആ കുടുംബത്തോടും കർത്താവ് പറയുക, നിങ്ങളുടെ വലിപ്പമൊക്കെ ഒന്ന് എടുത്തു കളാ. ആ പേരിന്റെ വലിപ്പത്തെ പിടിച്ച് കടിച്ചു തൂങ്ങി നിൽക്കാതെ യേശുവിലെ ഒന്ന് ആശ്രയിച്ച്, ഈ പേരിന്റെ വലിപ്പമൊന്നും അല്ല വലുത്, എൻ്റെ കർത്താവെ നീ നടത്തിയാലേ ഞാൻ നടക്കത്തുള്ളൂ, നീ നിർത്തിയാലേ ഞങ്ങൾ നിർത്തത്തുള്ളൂ, നീ ഉയർത്തിയാലേ ഞങ്ങൾ ഉയർത്തുള്ളൂ എന്ന ഉറപ്പിലൊന്ന് പിടിച്ച് യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവിന്ന് നിങ്ങളെ ഉയർത്താൻ പോവുക. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് പറയുന്ന ഒരു സ്റ്റെല്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെയും കർത്താവ് സ്പർശിക്കുക. സ്റ്റെല്ലയുടെ കുടുംബത്തെയും ദൈവം തൊടുകയാ. എല്ലാവരും ഏറ്റെടുത്ത് യേശുവിന്റെ നാമത്തിൽ. ഇത് വെറുതെ നിങ്ങൾക്ക് അറിയാം, വെറുതെ വിളിച്ച് പറയുന്നല്ല, നിങ്ങൾക്ക് അറിയാം. എല്ലാ ദിവസവും നമ്മൾ അത്ഭുതകര നിവൃത്തി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് തൊടുന്നതിന് നന്ദി, അങ്ങ് അത്ഭുതം ചെയ്യുന്നതിന് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നേ. അങ്ങ് തൊടുന്നതിന് നന്ദി, തൊടുന്നതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയരുത്. പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ വാട്സാപ്പിലോട്ട് നിങ്ങൾ അയയ്ക്കുക. താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയക്കാം. അത് നിങ്ങൾ സൂമിൽ പുതുതായിട്ട് കയറുന്നവരാണെങ്കിലും പ്രയർ റിക്വസ്റ്റുകൾ അതിലോട്ട് അയച്ചാൽ മതി. ലൈവിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പേഴ്സണലായിട്ട് വാട്സാപ്പിലാണ് പ്രാർത്ഥിക്കുന്നത്. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യമുണ്ടെങ്കിൽ മ്യൂട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് പറയാം. അല്ലാത്ത പക്ഷം നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഒരു സെക്കൻഡ് പറഞ്ഞായിരുന്നല്ലോ, മുദ്രപത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഒരു സെക്കൻഡ്, ഒരു പറയുന്ന ആളൊന്ന് പറഞ്ഞോട്ടെ. ആ സഹോദരൻ പറഞ്ഞു തുടങ്ങിയാണല്ലോ, പറഞ്ഞു. ആ, മുദ്രപത്രത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഓക്കെ, രണ്ടുപേര് ഒരേ കാര്യം പറഞ്ഞു. രണ്ടുപേരും ഒരു സ്ഥലത്ത് വരുന്ന ആൾക്കാരാണോ? സഹോദരൻ അല്ല. ഓക്കെ, എന്നാൽ സഹോദരൻ പറഞ്ഞു. എന്നിട്ട് സഹോദരൻ അടുത്ത ആൾ പറഞ്ഞു. ഒന്നാമത് കിടക്കുന്ന ആണ്ട് എനിക്ക് 1-2-1-2 എന്ന് അതാണ് പേര് ഇട്ടേക്കുന്നത്. അങ്ങനെയാ 1-2-1. ഓക്കെ, പറഞ്ഞത്. പക്ഷെ എന്റെ പേര് രാജീവ് എന്നല്ല, എന്റെ പേര് റെജി എന്നാണ്. പക്ഷെ മുദ്രപത്രമായിട്ട് ഉള്ള ഒരു വിഷയം എനിക്കുണ്ട്. അല്ല ബ്രദറെ, പേര് ശ്രദ്ധിച്ചോണം. സഹോദരൻ ഏറ്റെടുത്തു, പക്ഷെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചോണം, ആ പേരും ആലോചനയും നിങ്ങൾ എപ്പോഴും, അടയാളങ്ങളും എപ്പോഴും ശ്രദ്ധിക്കണം.
സഹോദരൻ ഏറ്റെടുത്തു, യേശു കർത്താവ് എന്റെ ആധാരവിശ്വം ദൈവം അത്ഭുതം ചെയ്യുന്ന ഏറ്റെടുത്തോണം. പക്ഷേ ശേഷം എന്റെ ദൈവം എനിക്ക് സൗഖ്യം തന്നു. ഇപ്പൊ എനിക്ക് ഇവിടെ ഇരുന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വളരെ തലവേദനയാൽ ഞാൻ ഭാരപ്പെട്ടു. അപ്പൊ ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു, എനിക്ക് തലവേദനയുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തല പൊട്ടിപ്പോകുന്നത് പോലെ തലയ്ക്കകത്ത് എന്താ തലവേദനയാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ദൈവം എനിക്ക് സൗഖ്യം തന്നു. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ ഇത് കേൾക്കുന്ന സമയത്ത് ഈ വീടിന്റെ അകവും സിസ്റ്റർ ഇരിക്കുന്ന മുറിയും ഈ പറഞ്ഞതുപോലെ റെഡ് കളറിലെ ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ എനിക്ക് യൂട്യൂബ് മെസ്സേജ് ആയിരുന്നു എനിക്ക് തോന്നുന്നത്. അന്ന് സിസ്റ്റർ ഈ സമയത്ത് സൂമിൽ പങ്കെടുക്കുന്ന ആളായിരുന്നോ അതോ യൂട്യൂബിൽ കേൾക്കുന്ന ആളായിരുന്നോ ആ സമയങ്ങളിൽ? സൂമിൽ കയറാൻ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു. അന്നേരം തന്നെ ബ്രദറിന് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ബ്രദർ അത് കണ്ടില്ല. ഓക്കെ സിസ്റ്റർ, അതായത് സിസ്റ്റർ യൂട്യൂബിൽ വെച്ചാണ് ഇത് കേൾക്കുന്നത്, പക്ഷെ സിസ്റ്റർ സൂം പ്രയറിൽ പങ്കെടുക്കുന്നില്ല. അത് കേട്ട സമയത്ത്, ആലോചന കേട്ട സമയത്ത് സിസ്റ്റർ മെസ്സേജ് ഇട്ടു. ആ സമയത്ത് സിസ്റ്റർ സൂമിൽ പങ്കെടുക്കുന്ന ആളെ അല്ലായിരുന്നു. ഓക്കെ, സ്വത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ദൈവാത്മാവ് നമ്മൾ വളർത്തണം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സൂമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറയാൻ കാരണം, കർത്താവിന്റെ കൃപയാൽ നമ്മൾ ഇന്ന് ഇതിൽ കാണുന്ന ഇത്രയും ആളിൽ കൂടാതെ ഇതിനേക്കാൾ കുറച്ചധികം ആളുകൾ യൂട്യൂബിലും പങ്കുചേരുന്നവരുണ്ട്, ഫേസ്ബുക്കിലും ലൈവിൽ പങ്കുചേരുന്നവരുണ്ട്. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മളിതെല്ലാം ഒരേ സമയത്ത് എല്ലാ ദിവസവും ഇങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുക ഇതിൻ്റെ അകത്തെല്ലാം. അപ്പം സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഈ ആലോചന വെളിപ്പെടുന്ന സമയത്ത് സിസ്റ്റർ നമ്മുടെ കൂടെ സൂം ലൈവിലില്ല, പക്ഷെ എപ്പോഴോ യൂട്യൂബിലാണ് ഇത് കേൾക്കുന്നത്. കേട്ടപ്പോൾ തന്നെ സിസ്റ്റർ പലതവണ ട്രൈ ചെയ്ത് ഇത് പറയാൻ വേണ്ടി കയറാൻ പറ്റിയില്ല. സിസ്റ്റർ എനിക്ക് മെസ്സേജ് അയച്ചു, ഞാനാണെന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോഴും കണ്ടിട്ട്, ഞാനിപ്പോഴും പറഞ്ഞല്ലോ പ്രയർ റിക്വസ്റ്റുകൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വരുന്നുള്ളൂ, ഒത്തിരി കിടക്കുന്നുള്ളതുകൊണ്ട്. പക്ഷെ ഇന്ന് സിസ്റ്റർ പറഞ്ഞു ഞാനാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയാൻ കാരണം, നമ്മുടെ മുറിക്കകത്തിരുന്ന് വാതിലടച്ചിട്ടിരുന്ന് കരയുമ്പോൾ ദൈവാത്മാവ് ആ മുറിയും, ഒരു മുറിക്കകത്തിരുന്ന ഒരാൾ കരയുന്നല്ല പറഞ്ഞത്, ആ മുറിയിൽ എന്തൊക്കെയുണ്ടോ. സിസ്റ്റർ എന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ മുറിക്കകത്ത് ഇന്ന കാര്യങ്ങളുണ്ടെന്ന് വല്ലതും എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നോ? ഇല്ല. അപ്പൊ കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മുടെ മുറിക്കകം, നമ്മുടെ മുറിക്കകത്തിരിക്കുന്ന അതിന്റെ ഷേപ്പുകൾ. അപ്പൊ എല്ലാ മുറിയും ലോകത്തിൽ ഒരേപോലെ അല്ല. നമ്മളിപ്പോൾ പറയുന്ന പോലെ ഇപ്പൊ എന്റെ മുറി പോലെ ആയിരിക്കത്തില്ല നിങ്ങളുടെ മുറി ഇരിക്കുന്നത്, എല്ലാം വ്യത്യസ്തമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എല്ലാ മുറി ഒരേപോലെ ആണെങ്കിൽ നമുക്ക് സംശയം അതിപ്പം ബ്രദർ ആരെങ്കിലും കുറിച്ചായിരിക്കും. നമ്മുടെ മുറിയിലകത്ത് എന്തൊക്കെ ഇരിപ്പുണ്ട്, എന്തൊക്കെ വസ്തുക്കളുണ്ട്, അതൊക്കെ എന്തിനാ കർത്താവ് ഇത് വെളിപ്പെടുത്തുന്നറിയാവോ? ബ്രദറെ, എനിക്ക് തലവേദനയുണ്ട്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? തീർച്ചയായിട്ടും. കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി, അങ്ങ് തൊട്ടതിന് നന്ദി. ഈ നിമിഷം തന്നെ ആ മുറിവിനാലുള്ള സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ബ്രദർ, എന്റെ പേര് ഗിരിജ. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ ഒരാഴ്ച കൂടുതലേ ആയുള്ളൂ യൂട്യൂബ് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. 3 ദിവസം ആയപ്പോഴത്തേക്ക് എനിക്കൊരു പിന്നീട് ഒരു വിടുതൽ കിട്ടി. എനിക്ക് 4 വർഷത്തിന് മുമ്പ്, 4 വർഷത്തിൽ കൂടുതലാവും എനിക്ക് വയറിന് ഉച്ച കഴിഞ്ഞാൽ വയറ് വീർക്കമാണ്. എപ്പോഴും വയറ് വീർത്താണ്. എനിക്ക് വിശക്കേ വെള്ളം ദാഹിക്കുക ഒന്നുമില്ല. പല മരുന്നുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ടൊന്നും ഒത്തിരി ദിവസം കുറഞ്ഞിരിക്കും, പിന്നെ വീണ്ടും വരും. അങ്ങനെ ഇപ്പൊ 4 വർഷത്തിൽ കൂടുതലായി. അപ്പൊ ഈ 3 ദിവസം ഈ മീറ്റിംഗ് കേട്ടപ്പോ പിന്നെ ഞാൻ ഇതിൽ നിന്ന് യൂട്യൂബിൽ തന്നെ വേറെയൊക്കെ മെസ്സേജുകൾ എടുത്തൊക്കെ കേൾക്കുമായിരുന്നു. അപ്പൊ 3ന്റെ അന്ന് ഇതേപോലെ പിന്നെ ബ്രദർ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ഞാനും വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഒരു 5 മിനിറ്റ് പോലും ആയില്ല, അപ്പോഴേ വയർ അതങ്ങ് താന്നു പോയി. പിന്നെ ഇതുവരെ വന്നില്ല. ആമേൻ. അത് വലിയൊരു അത്ഭുതമാണ്. ആമേൻ. വലിയൊരു അത്ഭുതം തന്നെയാണ് നിങ്ങൾ കേട്ടത് ഞാൻ വിശ്വസിക്കുന്നു. 4 വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അതിന്റെ പിന്നെ നമുക്ക് അറിയത്തില്ല, അങ്ങനെ വരുന്നതിന്റെ പിന്നിലെ കാര്യം അറിയത്തില്ല. പ്രിയ ആന്റി പറഞ്ഞ പോലെ തന്നെ ഒത്തിരി മരുന്ന് കഴിച്ചു, ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്തു. 4 വർഷമായിട്ട് ഒരു മാറ്റവും ഇല്ല. പക്ഷെ വചനം കേട്ടിട്ട് കൂട്ടായ്മ അവസാനം നമ്മൾ പ്രാർത്ഥന, ഞാൻ പറഞ്ഞില്ല അവസാനത്തെ പ്രാർത്ഥന ആരും മിസ്സാക്കരുത്. ആ പ്രാർത്ഥന യൂട്യൂബിലാണോ ആന്റി കേട്ടത് പ്രാർത്ഥന, അതോ സൂമിലാണോ? യൂട്യൂബിലാണോ സൂമിലാണോ പ്രാർത്ഥന കേട്ടത്? ആള് പോയോ? യൂട്യൂബിൽ കേട്ടൊന്നല്ലേ പറഞ്ഞത്? അതെ, യൂട്യൂബിൽ കേട്ടെന്നാ പറഞ്ഞത്. അപ്പൊ യൂട്യൂബിലാണ് കേട്ടത്. യൂട്യൂബിൽ കേട്ട സമയത്താണ്. അപ്പൊ എനിക്കൊന്ന് പഴയ വചന സന്ദേശങ്ങളാണ്, പുതിയതല്ല. പഴയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ ദിവസവും എനിക്ക് വന്നത് എല്ലാ ദിവസവും വചനം അപ്ഡേറ്റ്. ഇപ്പൊ ഏത് വചനം നമുക്ക് അറിയത്തില്ല, പക്ഷെ ഏതോ വചനം കർത്താവിന്റെ കൃപയാൽ പ്രാർത്ഥിച്ചു, ശ്രദ്ധിച്ചു നോക്കി, ആ ഇൻസ്റ്റന്റ്ലി തന്നെ വയറ് ചുങ്ങി, ആ രോഗാവസ്ഥ മാറി. അതിന്റെ പിന്നിൽ നമുക്ക് അറിയത്തില്ല, ഏതാണ് അറിയത്തില്ല. പക്ഷെ അത് 4 വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ട് കർത്താവ് സൗഖ്യമാക്കി. ഒരു കുഴപ്പവും പൂർണ്ണ സൗഖ്യം. 4 വർഷത്തിൽ കൂടുതലായി. പറഞ്ഞു സിസ്റ്ററെ.
ബ്രദറെ, ഇവിടെ ഒരു ആന്റി ഇതുപോലെ മോൾക്കാണെങ്കിൽ 36 ഇയേഴ്സ് ആയിരുന്നു. കുറെ പ്രശ്നങ്ങളും ഉള്ള ഒരു ആന്റി ഇതുപോലെ കുറച്ച് ദിവസങ്ങൾ ഞാനും ആന്റിയും കൂടെ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. അപ്പം യെശയ്യാവ് 62 ഇപ്രകാരം പറയുന്നുണ്ട്. യെശയ്യാവ് 62:4 പറയുന്നുണ്ട്, നിനക്കിനി ഹെപ്സീബ ഇഷ്ട എന്നും നിന്റെ ദേശത്തിന് ബെയൂല വിവാഹസ്ഥ എന്നും പേർ പറയും. അപ്പൊ ആ മകളുടെ പേര് വെച്ച് നമ്മൾ പറഞ്ഞു. ആ പേര് വെച്ചിട്ട് അവളെ വിവാഹസ്ഥ എന്ന് ഇനി പേര് വിളിക്കും. ദേശത്ത് അവള് അനുഗ്രഹിക്കപ്പെടും. കർത്താവിനോട് സിസ്റ്ററെ ഓഡിയോ കട്ടായിപ്പോയല്ലോ സിസ്റ്ററെ. ഹലോ സിസ്റ്റർ, എനിക്കിവിടെ ഓഡിയോ കട്ടായിപ്പോയി. പറഞ്ഞു എനിക്കിവിടെ ഓഡിയോ കട്ടായിപ്പോയതാണേ. പറഞ്ഞു സിസ്റ്ററെ. ഇതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ വിവാഹം കഴിയും. നിനക്ക് 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിനക്ക് ഇനി ഹെപ്സീബ ഇഷ്ട എന്നും നിനക്ക് ബെയൂല വിവാഹസ്ഥ എന്നും പേർ പറയുന്നു. അപ്പൊ ആ മകളുടെ പേര് വെച്ചിട്ട് 62 യെശയ്യാവ് 62:1 എല്ലാ വേഴ്സും അങ്ങനെ തന്നെ പേര് വെച്ച് പറഞ്ഞു. ആ മകളുടെ മനസ്സ് മാറി, വിവാഹം നടന്നു. ഇന്ന് ആ മകള് സന്തോഷത്തോടെ ഓസ്ട്രേലിയയിലായിരിക്കുന്നു. അപ്പം ഏതെങ്കിലും മക്കൾക്ക് കല്യാണം നടക്കാതുണ്ടെങ്കിൽ ഈ വചനം വെച്ച് അവരുടെ പേര് വെച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം പ്രവർത്തിക്കും എന്ന് മാത്രം അനുഭവത്തിലൂടെ പറയുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തീർച്ചയായിട്ടും പറയും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വചനത്തിലൊരു വാക്യമുണ്ട്, ഞാൻ നിന്നെ ബെയൂല എന്ന് വിളിക്കത്തില്ല, ഞാൻ നിന്നെ ഹെപ്സിബ എന്ന് വിളിക്കും, എൻ്റെ ഇഷ്ടം അവളിൽ എന്ന അർത്ഥമുള്ള വാക്യമാണത്. യെശയ്യാവിലുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മക്കളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവ് ആ വിവാഹത്തോട് ബന്ധപ്പെട്ട് ദൈവം പ്രവർത്തിക്കും. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ വചനത്തിന് ഭയങ്കര ശക്തിയുണ്ട്. വചനം ദൈവം പറഞ്ഞതുപോലെ തന്നെ ഇത് എഴുതപ്പെട്ടതായതുകൊണ്ട് അത് നടക്കും, നിശ്ചയമായി നടക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, അതിൽ വിവാഹസ്ഥലം തന്നെ എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതേപോലെ തന്നെ നടക്കും. അതാ പറഞ്ഞത്, വിവാഹം ആലോചിക്കുന്നവർ ആ വചനം വെച്ച് പ്രാർത്ഥിക്കുക. യെശയ്യാവ് ആ വചനത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതേപോലെ തന്നെ കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, ഹലോ ബ്രദറെ, കേക്കാവോ? യേശുവിന്റെ കർത്താവ് പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയതാണ്. അത് ഏറ്റെടുത്തോണം. അതിന്റെ റിസൾട്ടുകളെ കർത്താവ് ചെയ്യും. കർത്താവ് വലിയ കാര്യങ്ങളെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യും. യേശുവിന്റെ നാമത്തിലെടുത്തോ കുടുംബവും തലമുറകളെയും ദൈവം അനുഗ്രഹിക്കാൻ പോവാണ്. അവരെ ദൈവം തൊടാൻ വേണ്ടി പോവാണ്. ആള് മാറിയവരെ പോലെ ഇപ്പൊ തലമുറയോർത്ത് വലിയൊരു ഭാരമുണ്ട്. ആ ഭാരവും കൂടെ കർത്താവ് അതിൻ്റെ അകത്ത് മാറ്റും. അവരുടെ ഭാവിയുടെ വാതിലിനെയും കൂടെ ദൈവം തുറക്കും. കർത്താവ് ഏറ്റവും വലിയ സമാധാന അന്തരീക്ഷം കുടുംബത്തിൽ ചെയ്യുമെന്നും കൂടെ പറയണം. ആ കുടുംബത്തിന് വേണ്ടി കർത്താവ് അത് ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുറച്ചു മുമ്പേ സിസ്റ്റർ യെശയ്യാവിലെ ആ വചനം തലമുറകൾക്ക് മീൻസ് വിവാഹപ്രായത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. സിസ്റ്റർ ആ വാക്യം എല്ലാവർക്കും വേണ്ടി എവരിവണ്ണാക്കി എല്ലാവർക്കും ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തേക്കണം. സിസ്റ്റർ പറഞ്ഞ സിസ്റ്റർ ഒന്ന് സെൻഡ് ചെയ്തേക്കണം. യെശയ്യാവിലെ ആ വചനം എല്ലാവരും ആ വചനം ഏറ്റെടുത്ത് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആ വചനം വെച്ച് പ്രാർത്ഥിച്ചോണം. വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ ആ വചനം വെച്ച് പ്രാർത്ഥിച്ചോണം. ആ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. വിവാഹം നടക്കുക തന്നെ ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? അയച്ചോ സിസ്റ്റർ. എല്ലാവർക്കും അയച്ചു. ബ്രദറെ, എന്റെ പേര് എൽഡ എന്നാണ്. പറഞ്ഞു തുടങ്ങി. ഇന്നലെ ഈവനിങ്ങില് ഞാന് ഗാർഡനില് ഇങ്ങനെ ക്ലീൻ ചെയ്തോണ്ടിരുന്നു. അപ്പം പുല്ലൊക്കെ പറിച്ച് ക്ലീൻ ചെയ്തോണ്ടിരുന്നു. അതിനകത്തെല്ലാം കയറി കൈയെല്ലാം ഇട്ടെല്ലാം ക്ലീൻ ചെയ്തു. അങ്ങനെ പുറത്തേക്ക് ചെടിക്കകത്തുനിന്ന് പുറത്തോട്ട് വന്നപ്പോൾ മോള് പുറത്ത് പോയിട്ട് വെളിയിൽ പോയിട്ട് വണ്ടിയെ വന്ന് അവൾ അവിടുന്ന് ദൂരെ നിന്ന് ബഹളം വെച്ചു, ആണ്ട് ഒരു പാമ്പ് പോകുന്നു. അങ്ങനെ ആ പാമ്പ് എഴഞ്ഞ് അതിനകത്ത് നിന്ന് ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഹസ്ബൻഡ് വന്നു. പിന്നെ അതിനെ പിടിക്കാൻ പറ്റി. പക്ഷെ ദൈവത്തിൻ്റെ വലിയ കൃപ, അതായത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ഭയത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്നുള്ള വചനത്തിൻ്റെ ശക്തി, കർത്താവിൻ്റെ സംരക്ഷണം എനിക്ക് കൂടുതൽ വിശ്വാസമായി. കർത്താവിൻ്റെ സംരക്ഷണം എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും പ്രിയ ആന്റി പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും
ദൈവം നമ്മളെ സുരക്ഷിതമായി, നമ്മൾ കാണുന്ന അനർത്ഥങ്ങൾ നമുക്ക് വിട്ടുപോകുന്നതിനേക്കാൾ കാണുന്നതും കാണാത്തതും ഒത്തിരി ഉണ്ട്. ഇന്ന് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു ആ സർപ്പം നമ്മളെ ഉപദ്രവിക്കേണ്ടതായിരുന്നു, പക്ഷേ ദൈവത്തിന്റെ ദൂതന്മാരും ദൈവത്തിന്റെ കരുതലും നമുക്കുള്ളത് കൊണ്ട് ദൈവം അത് കാണിച്ചു തന്നു. ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. ഇന്നൊരു കാണാനും കണ്ടില്ലായിരുന്നെങ്കിൽ അത് ഗരാജിലോ എവിടെയെങ്കിലും കയറിയിരിക്കുവോ എന്തെങ്കിലും അപകടം വരുത്തുകയോ ചെയ്യാതെ അത് ഞാൻ അതിനകത്തെല്ലാം കൈയിട്ട്, അത് ചെടിക്ക് റോസയ്ക്കകത്തെല്ലാം കൈയിട്ട് എല്ലാം ഇറങ്ങിയതാണ്. പക്ഷെ എനിക്ക് ഈ ബ്രദറിന്റെ 2 ദിവസമായിട്ട് ഇത് കാണുമായിരുന്നു. അപ്പൊ ആ വചനത്തിന്റെ ശക്തി എന്റെ മനസ്സിലേക്ക് വന്നു. ഉടനെ ഞാൻ ആ വചനം പറഞ്ഞു, ആ ദൈവത്തിന്റെ ആ സംരക്ഷണം അത് എന്നെ കൂടുതൽ ഒത്തിരി വിശ്വാസത്തിൽ ആകാൻ എന്നെ സാധിച്ചതിന് ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് ജീവനോടെ ഇരുന്ന് സാക്ഷ്യം പറയുവാൻ പ്രിയ സഹോദരിനെ ആന്റിനെ കർത്താവ് ഇടയാക്കിയല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ സിസ്റ്ററെ പറയട്ടെ. പറഞ്ഞു സിസ്റ്ററെ. ഇപ്പൊ ഒരു വചനത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. എന്റെ മോന്റെ കല്യാണം ഇതുവരെ നടന്നില്ല എന്നുള്ള ഞാൻ ബ്രദറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു ഹിന്ദു ആളാണ്, എനിക്ക് ബൈബിൾ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഈ വചനം എങ്ങനെ മനസ്സിലാക്കും? എങ്ങനെ? ഓക്കെ സിസ്റ്റർ ഇപ്പൊ ആ വചനം വായിച്ചു തന്നിട്ടുണ്ട്. ബൈബിൾ ഉണ്ടോ സഹോദരരെ? ബൈബിൾ ഉണ്ടോ? ഇല്ല. ഓക്കെ. ഏത് സ്ഥലത്ത്, എവിടുന്നാ വിളിക്കുന്നത്? കേരളത്തിൽ എവിടെയാ? ഞാൻ പത്തനംതിട്ടയില് എവിടുന്നെങ്കിലും ബൈബിൾ സൊസൈറ്റിയുടെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ബൈബിള് ലഭിക്കുന്നിടത്ത് പോയി ഒരു ബൈബിള് വാങ്ങിക്കുക. എവിടെയെങ്കിലും കിട്ടുന്നോടുണ്ട്, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. എനിക്ക് ബൈബിൾ കിട്ടാൻ വേണ്ടിയുള്ളത് ബൈബിൾ സൊസൈറ്റി എന്ന് വല്ല അടിച്ചു കൊടുത്താൽ ബൈബിളിൻ്റെ ഉള്ള മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റാളുകളിൽ കാണും. അവിടെ ചെന്നിട്ട് ഒരു ബൈബിൾ വാങ്ങിച്ചിട്ട് ഇപ്പം സഹോദരി എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്, നോക്കിയാൽ മതി. ഈ സൂമിൽ തന്നെ ചാറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ചാറ്റ് ബോക്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റർ അയച്ചു തന്ന വാക്യം ഒരു പേപ്പറിൽ എഴുതിയെടുത്തിട്ട് ബൈബിൾ മേടിച്ചിട്ട് ആ വചനം സിസ്റ്റർ എഴുതിയെടുക്കുക. ആ വചനം എഴുതിയെടുത്തിട്ട് സിസ്റ്റർ നമ്മുടെ യൂട്യൂബിൽ വചനം എങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം, വചനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ളത്, അങ്ങനെ കുറേ വചന സന്ദേശം കിടപ്പുണ്ട്. അതും കൂടെ കേട്ടിട്ട് എങ്ങനെയാണ് വചനം പറഞ്ഞ്, എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നുള്ളത്, എങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നുള്ളത്, അങ്ങനെ കുറേ ലിസ്റ്റ് കിടപ്പുണ്ട്. 2-3 മെസ്സേജുകളുണ്ട്. അതും കൂടെ കേട്ടിട്ട് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക. മകന്റെ കുടുംബ വിഷയം അല്ലെങ്കിൽ ഭാവി വിഷയം ദൈവം തുറന്നിരിക്കും. നാളെ തന്നെ പോയി ബൈബിൾ മേടിക്കുക. പല വിലയോടെയുണ്ട്, വലിയ കൂടിയ വിലയോടെ മേടിക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് മേടിക്കുക. ഏറ്റവും ബെസ്റ്റ് മേടിക്കണം, ഏറ്റവും നല്ലത് മേടിക്കണം. ലാസ്റ്റ് ചെയ്യും നമ്മൾ പിന്നീട് ഉപകാരപ്പെടുന്നതാണ്, നമുക്ക് ലൈഫ് ലോങ് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഒരു ബൈബിൾ നാളെ തന്നെ മേടിക്കുക. എന്നിട്ട് ഇന്ന് തന്നെ ഈ വചന സന്ദേശങ്ങളെല്ലാം കേൾക്കുക. നമ്മുടെ യൂട്യൂബിലുണ്ട്. ഹെഡിങ് അതാണ്, എങ്ങനെയാണ് വചനം പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് വചനം പറയേണ്ടത്, എങ്ങനെയാണ് വചനം വിശ്വസിക്കുന്നത്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വചനം കിടപ്പുണ്ട്. അത് കേട്ടിട്ട് പറയുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതിപ്പോ ഞാൻ 2-3 ദിവസമേ ആയുള്ളൂ ഞാൻ സൂമിൽ കയറാൻ തുടങ്ങിയിട്ട്. അത് ബ്രദർ മകളുടെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഒരു സുമയുടെ കാര്യം പറഞ്ഞല്ലോ, തയ്യൽ മെഷീൻ ഉണ്ട്. അതിപ്പോ എന്റെ വീടിന്റെ അടുത്ത് ഒരാള് ഗൾഫിലുണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ കേട്ട എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ബ്രദർ ഇങ്ങനെ പറഞ്ഞു. അതിനുശേഷമാണ് ഞാനിങ്ങനെ സൂമിൽ കയറിയതും വിവരങ്ങളൊക്കെ ഇങ്ങനെ അറിയുന്നത്. സാരില്ല, ആ സഹോദരൻ പറഞ്ഞാൽ മതി. നമ്മുടെ യൂട്യൂബിന്റെ പ്രാർത്ഥനയുടെ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ താഴെ കൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മുടെ യൂട്യൂബിന്റെ ലിങ്ക് അയച്ചു തരാം. അതിൽ കയറിയിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ വചനം കിടപ്പുണ്ട്. അതും കൂടെ കേട്ടിട്ട് സഹോദരി പ്രാർത്ഥിക്കുക. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? കർത്താവ് അവിടെ അത്ഭുതം ചെയ്യും കേട്ടോ. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ടോ. കർത്താവ് അത് പ്രാർത്ഥിച്ച് ദൈവം ചെയ്യും. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യുക, സഹോദരി യൂട്യൂബിൽ അത് കേട്ടിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കുക. അതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കേട്ടിട്ട്, സഹോദരിക്ക് എന്തെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ അത് കേട്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഓക്കെ, ഒരാളുണ്ട് മേഴ്സി ഫ്രം പത്തനംതിട്ട, ഐ ആം വില്ലിംഗ് ടു സ്പോൺസർ ടു ദ ബൈബിൾ. ആ സഹോദരി ബൈബിൾ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. മേഴ്സി എന്ന് പറഞ്ഞ സഹോദരി. ആ സഹോദരി ഞാനുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾ അടുത്ത് വല്ല ആണെങ്കിൽ ആ സഹോദരിയുടെ കോണ്ടാക്ട് ഞാൻ തരാം. സഹോദരി ബൈബിൾ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഞാനുമായിട്ട് ബന്ധപ്പെടുക. 2 പേരും എനിക്ക് മെസ്സേജ് അയക്കുക. ഞാൻ നിങ്ങളെ 2 കണക്ട് ചെയ്യാം. നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുക, ആ ബൈബിൾ സഹോദരി തരും കേട്ടോ. അത് വലിയ ഒരു കൃപയാണ് കേട്ടോ. സഹോദരി അങ്ങനെ ഒരു മനസ്സ് തോന്നിയതിന് നന്ദി പറയുന്നു. സുവിശേഷത്തിന് വേണ്ടിയാണ് ഒരാൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ബൈബിൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വലിയ നന്മ കൊടുക്കുക എന്നതിൻ്റെ അർത്ഥം. യേശുവിനെ കൊടുക്കുന്ന പോലെ തന്നെയാണ് ബൈബിൾ കൊടുക്കുന്നത്, ദൈവത്തെ കൊടുക്കുന്ന പോലെ തന്നെയാണ് ബൈബിൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം, ഇന്ന് തന്നെ യൂട്യൂബിൽ കേൾക്കുക. ഇന്ന് തന്നെ യൂട്യൂബിൽ കേട്ടിട്ട് എനിക്ക് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. ഞാൻ ആ സംശയമൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും, കർത്താവിൽ ആശ്രയിച്ച്. അപ്പോൾ അത് കേട്ടിട്ട് എന്നെ വിളിക്കുക.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ സാക്ഷ്യം പറഞ്ഞാട്ടെ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ, ഈ വിവാഹത്തിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം, നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു എന്നൊരു വാക്യം കൂടെ ഉണ്ട്. ആ വാക്യം കൂടെ ടോംസ് പറഞ്ഞ് എല്ലാവർക്കും അയച്ചു കൊടുത്തേക്കുക. ആ വാക്യം കൂടെ നിങ്ങൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക. ഈ 2 വചനവും പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ് അത് ചെയ്യും. അതും കൂടെ എല്ലാവർക്കും കൂടെ അയച്ചു കൊടുത്തേക്ക് ടോംസ് പറയാം കേട്ടോ. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായി? ഏതാ സിസ്റ്റർ? ഓക്കെ, എല്ലാം എഴുതിയിട്ടുണ്ട്. പറഞ്ഞോ. ഒരു മിനിറ്റ്. നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പറയരുത്. ഒരാൾ പറഞ്ഞാട്ടെ. ഇപ്പൊ സംസാരം പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാന് ഇപ്പൊ 2-3 ഞാൻ സൂമിലില്ലായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു സൂമിൽ കയറാനൊന്നും. അതങ്ങനെ ഞാൻ യൂട്യൂബിൽ ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഞാൻ നിവാസിന്റെ ഇതൊക്കെ പ്രസംഗമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയായി ഇപ്പൊ മിനിങ്ങാന്ന് രാവിലെയാണ്, എനിക്ക് ഇതിന്റെ സമയമൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ മിനിങ്ങാന്ന് രാവിലെ ഞാനിത് കേട്ടപ്പോ നിവാസം പറയുന്നു, സോജി എന്ന് പറഞ്ഞ ഒരാളെ ദൈവം സ്പർശിക്കുന്നത്. അത് ആ ആള് ഞാനാ ദേവദാസനെ. എനിക്ക് എന്നെ അങ്ങ് കോരിത്തരിച്ച് എന്റെ അന്ന് സൂമി ദേവദാസന് എല്ലാവരുടെയും പേര് സോജി എന്ന് പറഞ്ഞ ഒരാളുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ അത് ഏറ്റെടുത്ത് എന്നെ തന്നെ ദേവദാസൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ ഇന്ന് എന്റെ മോളെ കൊണ്ട് ഞാൻ സൂമി കയറുവാനിടയായി. ഓക്കെ, ആന്റി ഇത് കേൾക്കുന്ന സമയത്ത് ആന്റി ഈ സൂമിലുള്ള ആളല്ലായിരുന്നു, ആദ്യമായിട്ടാ സൂമി വരുന്നത് അല്ലേ? ആദ്യമായിട്ട് ഇന്ന് ഞാൻ കയറിയതാ ദിവസനെ. ഓക്കെ, സോജീനെ ദൈവം തൊടുന്നു എന്ന് പറയുന്ന സമയത്ത് ആന്റി സൂമിലില്ല, യൂട്യൂബിൽ വെച്ചാണ് ഇത് കേൾക്കുന്നത് അല്ലേ? അതെ ദിവസനെ. ഓ സ്വോത്രം, കർത്താവ് കണ്ടോട്ടെ. ദേവദാസൻ അന്ന് സൂമില് സോജി എന്ന് പറഞ്ഞ ആളുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല. അതേസമയം അതിന്റെ മുമ്പ് സ്റ്റെല്ലെന്ന് പറഞ്ഞപ്പോ ഒക്കെ സ്റ്റെല്ലേന്ന് ആളുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ സോജി എന്ന് പറഞ്ഞ ഒരാളില്ല അവിടെ. അപ്പം അന്നേരം ഞാൻ എന്നോടാണല്ലോ ദൈവം സംസാരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മോളെ കൊണ്ട് ഇന്നലെയൊക്കെ നോക്കി. അനുഗ്രഹിക്കട്ടെ, ഇനിയും സമൃദ്ധി ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ ഒരു വാക്ക് പറഞ്ഞോട്ടെ. പറഞ്ഞോ ബ്രദർ പറഞ്ഞില്ലേ ബ്രദറിന് എന്താ പൈസകളൊന്നും കിട്ടത്തില്ല, പക്ഷെ ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ ബ്രദറിനുണ്ട്. അയ്യോ അല്ലല്ല, ഞാനൊരു കാര്യം പറയാം. ഞാൻ പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിക്കാറുണ്ട് ഞാൻ പൈസ കിട്ടാൻ വേണ്ടി അത് പറയുന്നതല്ല. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്. കോവിഡ് കാലത്താണെങ്കിൽ പോലും എന്റെ കൂടെ കൂട്ടായ്മ അറിയാം, ഞാൻ എപ്പോഴും പറഞ്ഞത് ലോകത്തിൽ ഏത് കളക്ടർക്കും മന്ത്രി കിട്ടുന്നതിനേക്കാൾ ഉപരി ദൈവം എന്നെ നടത്തും. അന്നും ഇന്നും എനിക്കറിയാം. ഇന്ന് ഞാൻ ഇവിടുന്ന് സൂം മീറ്റിംഗ് ചെയ്യുമ്പോഴേക്കും ഞാൻ പലപ്പോഴും പറയുന്നത് സമൃദ്ധിക്കകത്താണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് പോലെ തന്നെ വാരി വിതറി കൊടുക്കുവാൻ കർത്താവ് എനിക്ക് സമൃദ്ധി തന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ആൾക്കാരുടെ ചിന്ത ഞാൻ പറഞ്ഞത്, ആൾക്കാർ ചിന്തിക്കും ഞാൻ ഈ പ്രാർത്ഥനയെ കൂടാൻ പറയുമ്പോൾ ചില ആൾക്കാർ ചിന്തിക്കും. എൻ്റെ ഒരു സുഹൃത്തോട് ചോദിച്ചതാണ്, ഞാൻ യൂട്യൂബിൽ എൻ്റെ കൂടെ പഠിച്ച ഒരാൾക്ക് ഞാൻ യൂട്യൂബിൽ ലിങ്ക് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം എനിക്ക് സുഹൃത്ത്, അവൻ അറിവില്ലായ്മയോട് പറഞ്ഞാണ്. അപ്പം എന്നോട് പറഞ്ഞ വാക്കുണ്ട്, അപ്പോൾ യൂട്യൂബിൽ നിന്ന് കുറേ കിട്ടുന്നുണ്ടല്ലോ. ഞാനോട് പറഞ്ഞ സഹോദര, എൻ്റെ കൂടെ പഠിച്ച ആളായതുകൊണ്ടാണ്, അവൻ ഒത്തിരി തകർച്ചയുടെ കടന്നു പോവാണ്. അപ്പൊ എന്റെ ഒരു ആഗ്രഹം, എന്നെ രക്ഷപ്പെടുത്തി യേശു അവനെയും രക്ഷപ്പെടുത്തുക. കാര്യം എന്നെ രക്ഷപ്പെടുത്താമെങ്കിൽ കർത്താവിന് അവനെയും രക്ഷപ്പെടുത്താൻ എനിക്കാരിച്ചാൽ അവൻ എന്നെക്കാളും നല്ലവനാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എന്നെ വിടിവിച്ച് യേശു നിന്നെയും വിടിവിക്കും. അപ്പൊ അവന് ഓർത്ത് കാണും ചിലപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഇതിൽ നിന്ന് കാണുമായിരിക്കും. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ആരുടെയും മനസ്സിലുണ്ടെങ്കിൽ ഇനി നിങ്ങൾ തരാൻ വേണ്ടിയോ നിങ്ങൾ ഇനി എന്നെ വഴിവെച്ച് കാണുമ്പോൾ എന്നെ മാറി തന്നാലും കുഴപ്പമില്ല, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ വാലല്ല ഞാൻ തലയായിത്തീരും, ലോകത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാക്കി യേശു എന്നെ മാറ്റിയിരിക്കുകയാണ്. വചനം പറയുന്നത് പോലെ തന്നെ സിസ്റ്റർ ഇപ്പോൾ ഓർപ്പിച്ച പോലെ തന്നെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കറിയാം, എനിക്ക് വേണ്ടി നിങ്ങളും എല്ലാവരും ഈ സൂമിലും യൂട്യൂബിലും എല്ലാവരും ഞങ്ങൾക്കും വേണ്ടി കുടുംബത്തിന് വേണ്ടി ഒക്കെയും എനിക്കറിയാം. ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. പ്രാർത്ഥന വലിയൊരു ആയുധമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വലിയൊരു ശക്തിയാണ്. നമ്മൾ പ്രാർത്ഥനയെപ്പറ്റി തന്നെ വലിയൊരു സന്ദേശം തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോൾ അത് ഞാൻ പറയുമ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആൾ തെറ്റിദ്ധരിക്കില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക്
ഒരിതുമില്ല. നാളെ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടായാൽ തന്നെ അത് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി തന്നെയാണ് നമുക്കുള്ളത്. അത് അങ്ങനെയാണ് ദൈവം ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും എതിരല്ല. കർത്താവിന്റെ നാമത്തിലാണ്, സുവിശേഷം പ്രതിയാണ്, അത് ദൈവം ചെയ്തോളും. എന്നാൽ അത് ഓർത്ത് നിങ്ങൾ ആരും വരണ്ട. നിങ്ങൾ വന്നില്ലേലും ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ഈ കൂട്ടായ്മയിൽ ഇനി ബ്രദറിന്റെ വചനം കേട്ടില്ലേലും കുഴപ്പമില്ല, പക്ഷെ എവിടെയെങ്കിലും പോയി നിങ്ങൾ വിശ്വാസത്തിന്റെ വചനം കേൾക്കണം, നിർബന്ധമാണ് കേട്ടോ. രക്ഷപ്പെടാൻ നമുക്ക് വിശ്വാസത്തിന്റെ വചനം കേട്ടി, അല്ലാത്തൊന്നും നമ്മൾ പിടിക്കരുത്. വിശ്വാസത്തിന് മാത്രമേ നമ്മളെ നടത്താൻ പറ്റത്തുള്ളൂ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷ്യം പറയാം. ബ്രദറെ, അത് വേറൊന്നും കൊണ്ട് പറയുകയല്ല, അറിയാതെ ബ്രദറിന് വേണ്ടി പ്രാർത്ഥനയിലല്ല, അറിയാതെ ബ്രദറിനെ ഓർക്കാൻ ദൈവം സഹായിക്കുന്നു, പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും അറിഞ്ഞു അറിയാൻ എല്ലാം പ്രാർത്ഥിക്കും. നിങ്ങൾ എല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയാം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്? പറഞ്ഞു. ഓക്കെ ബ്രദറെ, ക്ലിയർ ആകുന്നല്ലോ. പറഞ്ഞു ബ്രദറെ, ക്ലിയർ അല്ലല്ലോ. പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സിസ്റ്ററെ, പറഞ്ഞു. എന്റെ പേര് ആലിസ് എന്നാണ്. കഴിഞ്ഞ ഈ 20-ാം തീയതി മുതലാണ് ഞാൻ ഈ സൂം മീറ്റിൽ കയറാനായിട്ട് ഇടയായത്. അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ സ്ഥിരം പ്രെയർ ലിങ്ക് എന്ന് പറഞ്ഞത് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കാഴ്ചയില്ലാത്ത ആളാണ്. അപ്പം അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പ്രെയർ ലിങ്ക് ഇപ്പൊ ലിങ്ക് കണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതേത് ലിങ്ക് ആണെന്ന് പറയുവാണെങ്കിൽ അതിലെനിക്ക് ജോയിന്റ് ആകാൻ പറ്റുമായിരുന്നു. ഓക്കെ സിസ്റ്റർ, എനിക്കൊരു കാര്യം ചെയ്യാം. എനിക്കൊരു മെസ്സേജ് അയക്കാം. ഞാൻ ആ ലിങ്ക് സിസ്റ്റർക്ക് അയച്ചു തരാം എല്ലാ ദിവസവും. സിസ്റ്റർ അതിൽ ആരോടെങ്കിലും അത് ഇപ്പോൾ വീട്ടിലെല്ലാം പറഞ്ഞ് അത് ക്ലിക്ക് ചെയ്യും. ഞാൻ അതിനേക്കാൾ ഉപരി സിസ്റ്റർ എല്ലാ ദിവസവും കണ്ണെ കൈവച്ച് പറഞ്ഞോളാം. എനിക്ക് പുതിയ കണ്ണ് വരും കേട്ടോ. സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? എൻ്റെ കാഴ്ച കിട്ടണമെന്നല്ല, പുതിയ കണ്ണ് എനിക്ക് വരും. ഇതൊന്നും വിട്ടുകൊടുക്കരുത്. കർത്താവിൻ്റെ യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, കർത്താവിനെ അവര് മാറി അടിച്ചും മുറിച്ചും മുറിവേൽപ്പിച്ചതും സിസ്റ്ററുടെ കണ്ണ് പുതിയത് കിട്ടാൻ വേണ്ടിയാണ്. ഒരു പിശാചിനെ തടയാൻ പറ്റത്തില്ല. യേശു നിന്നു കൊടുത്തു. ബൈബിളിൽ യെശയ്യാവ് പറയുന്നു, അവൻ അറുക്കാൻ കൊണ്ടുവന്ന കുഞ്ഞാടിനെ പോലെ മൗനമായിരുന്ന പറഞ്ഞത്. കർത്താവിന് വേണമെങ്കിൽ എന്നെ തല്ലരുതേ എന്ന് പറയായിരുന്നു, നിർത്തടാന്ന് പറയായിരുന്നു, മതിയെന്ന് പറയായിരുന്നു, പിതാവെ എനിക്കിനി വയ്യാന്ന് പറയായിരുന്നു. പക്ഷെ കർത്താവ് കടിച്ചു പിടിച്ചത് കണക്ക് പറയുന്ന 39 അടി ഏറ്റു. അത് മാത്രമല്ല, തുപ്പലേറ്റു. കർത്താവിന്റെ രോമങ്ങൾ നാണയത്തൊട്ടുകൊണ്ട് വലിച്ചെടുത്തു, മാറി മുഖത്തടിച്ചു. യേശു മിണ്ടിയില്ല. കർത്താവിന്റെ കാര്യത്തിൽ ആണി കൊണ്ട് അവരാണി അടിച്ചു. 3 ആണിമേൽ തറയ്ക്കപ്പെട്ടപ്പോൾ യേശു പരാതി പറഞ്ഞില്ല. അതിന്റെ കാരണം സിസ്റ്റർക്ക് പുതിയ കണ്ണ് കിട്ടാൻ വേണ്ടി. എന്തിനാണെന്ന് യേശുവിന്റെ മുറിവിനാൽ സൗഖ്യമാകാൻ വേണ്ടി, അത്ഭുതം ഉണ്ടാകാൻ വേണ്ടി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പറഞ്ഞോണം, ഇന്ന് ഒരു പ്രാർത്ഥനക്കാരിയായിട്ടിരിക്കാൻ വേണ്ടിയല്ല, സാക്ഷിയായിട്ടിരിക്കാൻ വേണ്ടിയാണ്. ഇന്ന് മുതൽ സിസ്റ്റർ കണ്ണെ കൈവച്ച് പറഞ്ഞോണം, എനിക്ക് പുതിയ കണ്ണ് തന്നതിന് നന്ദി. യേശുവിന്റെ മുറിവിനാൽ എനിക്ക് പുതിയ കണ്ണ് തന്നതിന് നന്ദി. യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞു. എനിക്ക് വേണ്ടിയുള്ള സകല വിലയും, എനിക്ക് പുതിയ കണ്ണ് കിട്ടാനുള്ള വില കൊടുത്തു. ഇനി നമ്മൾ ഒരു വില ഇനി ഇല്ല. അതിനുവേണ്ടി ഒരു പ്രത്യേകം പ്രാർത്ഥനയില്ല, അതിനുവേണ്ടി പ്രത്യേകം ഇനി ഒന്നും കൊടുക്കാനുമില്ല. എല്ലാ ദിവസവും കണ്ണ് കൈവച്ച് പറഞ്ഞോണം, യേശു എന്റെ പുതിയ കണ്ണിനുള്ള വില കൊടുത്തതിന് നന്ദി കർത്താവേ, എനിക്ക് പുതിയ കണ്ണ് തന്നതിന് നന്ദി. ഞാൻ ഉറപ്പിച്ചു ഞാൻ പറയുന്നു, കണ്ണ് തുറന്നു വരും കേട്ടോ സിസ്റ്ററെ. ബലപ്പെട്ടോണം. കണ്ണ് മാത്രമല്ല, എന്റെ ലങ്സ് ചുരുങ്ങുന്നു എന്നാ പറഞ്ഞിട്ട് ഒരു 7%-8% ഉള്ളെന്നാണ് പറഞ്ഞത്. എനിക്ക് അതിൽ ഒത്തിരി വിഷമമുണ്ട്. പിന്നെ തൈറോയ്ഡ് ഉണ്ട്. തീർച്ചയായിട്ടും സൗകര്യം. ഞാനിതാ പറഞ്ഞു വരുന്നത് സിസ്റ്റർ, ഈ ദിവസങ്ങളിൽ വചനത്തിൽ ബലം, വേറെ ഒന്നും ചെയ്യണ്ട. ഈ ദിവസങ്ങളിൽ കൂട്ടായ്മ ആചരിച്ചാൽ മതി. ഒരു ദിവസം കണ്ടോണം. സിസ്റ്റർ വന്ന് പറയും, എനിക്ക് പുതിയ ലെങ്സ് വന്നു, പുതിയത്. ഞാൻ വെറുതെ വിളിച്ച് പറയും. നിങ്ങൾ ചിന്തിക്കും, ബ്രദർ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഒരു ബൂസ്റ്റിങ്ങും ഇല്ല. ഇവിടെ നടന്ന കാര്യമാണ് വിളിച്ച് പറയുന്നത്, നടക്കുന്ന കാര്യമാണ് വിളിച്ച് പറയുന്നത്. യേശു ക്രൂശിൽ മരിച്ചു, യേശു ഉയർത്തു, യേശു അടിയേറ്റു. ഇത് സത്യവാ. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ 2024 അതിന്റെ റിസൾട്ട് ഉണ്ടായി വരും. യേശു ക്രിസ്തു ചെയ്യും. സിസ്റ്ററെ ധൈര്യമായിട്ടിരുന്നോണം. പ്രയർ ലിങ്ക് ഇന്ന് എല്ലാ ദിവസവും സിസ്റ്റർ ഉപയോഗിക്കുന്ന പ്രയർ ലിങ്ക് തന്നെയാണ്. ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കാം. ഞാനത് ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ വെച്ചായിരിക്കും. പ്രയർ ലിങ്കുകൾ ചേഞ്ച് ചെയ്യുന്നതും സമയം ചേഞ്ച് ചെയ്യുന്നതും ഒക്കെ ഗ്രൂപ്പിൽ വെച്ചാണ് ഇനി മൊത്തം നടക്കുന്നത്. ആ ഗ്രൂപ്പിലേക്ക് ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ സിസ്റ്ററെ. ഞാൻ ലിങ്ക് അയക്കാം. വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി. എന്തെങ്കിലും പ്രാർത്ഥനയ്ക്ക് കയറാൻ ഒരു ബുദ്ധിമുട്ടോ
എന്തെങ്കിലും ഒരു ഡിസ്കണക്ഷനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തോണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബലപ്പെടുക. കണ്ണ് തുറക്കും, ഉറപ്പായിട്ടും പുതിയ കണ്ണ് വരും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. എല്ലാവരും സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാന്ന് മാത്രമല്ല, കർത്താവോട് പറയണം, കർത്താവെ പുതിയ കണ്ണ് വരും, യേശു ബല കൊടുത്തു. ധൈര്യമായിട്ട് പറഞ്ഞോണം, പുതിയ കണ്ണ് വന്നിരിക്കും. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്? പ്രൈസ് ദി ലോർഡ് ബ്രദറെ. പറഞ്ഞു. ഞാൻ യൂട്യൂബിൽ ബ്രദറിന്റെ കുറച്ച് ദിവസമായിട്ട് പ്രെയർ കേൾക്കുന്നുണ്ടായിരുന്നു. 2 ദിവസമായിട്ട് സൂമിൽ കയറാൻ പറ്റിയിട്ട് നോക്കിയിട്ട് കിട്ടുന്നില്ല. ഇന്ന് ആദ്യമായിട്ടാണ് സൂമിൽ കയറുന്നത്. എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് സരിത എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രയാസത്തിലൂടെ പോവുകയാണ്. അതിൻ്റെ മോള് ജർമ്മനിക്ക് പോകാൻ വേണ്ടി, നേഴ്സിങ്ങിന് പോകാൻ വേണ്ടി പേപ്പർ വർക്ക് എല്ലാം റെഡിയായി. അവൻ്റെ ജർമ്മൻ ഭാഷ എല്ലാം പാസ്സായി. ആ കുട്ടി സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്നു. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അത് വിശ്വാസത്തോടെ എല്ലാം മുന്നോട്ട് പോവുക. ഏതാനും ദിവസങ്ങളും കൂടെ ഉള്ളൂ രൂപ റെഡിയാകാൻ. അതിനുവേണ്ടി ഒന്ന് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ. തീർച്ചയായിട്ടും കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ നന്മയെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിലൊരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. ആ ബ്ലോക്കുകളൊക്കെ മാറിപ്പോട്ടെ. യേശു തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് കൽപ്പിക്കുന്നു, വഴി തുറന്നു വരട്ടെ. രാജ്യങ്ങളുടെ നന്മ പോട്ടെ. ജർമ്മനിൽ നിന്നുകൊണ്ട് യേശു എന്നെ അയച്ചു എന്ന് സാക്ഷ്യം പറഞ്ഞ് കേൾക്കും. അനുഗ്രഹിക്കുന്നു. റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവ് അങ്ങനെ ചെയ്തതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞു ബ്രദറെ, കേൾക്കാം? പറഞ്ഞു ബ്രദറെ. ബ്രദറെ, ഞാൻ ഈ യൂട്യൂബിലെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കാറുണ്ട്. നമ്പർ കൊടുക്കുമായിരുന്നു, നല്ലതായിരുന്നു. എപ്പിസോഡ് 1, 2 എന്ന് പറയുന്നത് പോലെ നമ്പർ കൊടുക്കുമായിരുന്നെങ്കിൽ എനിക്ക് നമുക്ക് ഓരോന്നൊന്ന് കേൾക്കാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു. ഓക്കെ, ഇതെന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ സാർ, ഇതൊരു 3-4 വർഷമായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഇപ്പൊ സൂമിൽ തുടങ്ങിയിട്ട് ഏകദേശം എനിക്കൊന്ന് 3 വർഷത്തിന് മേളിലായി. 3 വർഷത്തിന് എനിക്കൊന്ന് മേളിലായെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? 3 വർഷത്തിന് മേളിലായിട്ടുണ്ട് സൂമില്. 3 വർഷം 3 പോരാ. കാരണം എനിക്ക് തോന്നുന്നത് നമ്മൾ 2019 മറ്റു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. 2019 അല്ലേ? 19, 20, 21. നമ്മള് ഇതിനു മുമ്പ് തുടങ്ങിയതാ. കൊറോണയ്ക്ക് മുമ്പ് തുടങ്ങിയതാ, ഓർമ്മയില്ലേ? അതെ ശരി. ഗൂഗിൾ മീറ്റിലായിരുന്നു ആദ്യം, അല്ലേ? അതെ. കോവിഡിന് മുമ്പ് തുടങ്ങിയതാ. അപ്പൊ എനിക്കൊന്ന് ഒത്തിരി വർഷമായിട്ട്. അപ്പൊ ആ സമയം മുതൽ, അതിന് മുമ്പേ യൂട്യൂബിലുണ്ട് മെസ്സേജുകൾ. നമ്മൾ യൂട്യൂബ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ മെസ്സേജ് ഇട്ട് വരുന്നതായിരുന്നു. ഇപ്പോഴാണ് നമ്മളതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തൊരു ഓർഡറിലേക്ക് വരുന്നത്. കുഴപ്പമില്ല. അപ്പം നമ്മൾ അടുത്ത ദിവസങ്ങൾ ഒരു ബൈബിൾ സ്റ്റഡിയും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിങ്ങനെ പോകുന്നതുകൊണ്ടാണ്, ടൈമിന്റെ ഒരു അവൈലബിലിറ്റി കുറവുണ്ട്. അപ്പൊ കുഴപ്പമില്ല. എന്തായാലും സിസ്റ്റർ, നമ്മൾ ഓരോ വിഷയങ്ങളാണ് അതിലെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് ഇങ്ങനെ കേൾക്കും. എല്ലാം സെപ്പറേറ്റ് വിഷയങ്ങളാണ്. ഇപ്പം ചില വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് വന്ന് ഭാഗം 2 ഭാഗം 3 പറഞ്ഞുകൊണ്ട് ചില വിഷയങ്ങളിലുണ്ട്. അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് അങ്ങനെ വരുന്നുണ്ട്. അല്ലാത്ത എനിക്ക് വന്ന ഓരോ വിഷയങ്ങളാണ്. അപ്പോൾ സിസ്റ്റർ അത് നോക്കിയാൽ മതി. എന്തെങ്കിലും അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, കേൾക്കുന്നതിലോ എന്തെങ്കിലും സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എനിക്ക് വാട്സാപ്പിൽ അയക്കുക. ബ്രദർ, എനിക്ക് ആ ഭാഗത്തൊരു സംശയം വന്നു. അങ്ങനെയൊക്കെ സംശയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം കേട്ടോ. അത് കേൾക്കുക. അപ്പൊ അടുത്ത ദിവസം പോലെ മൊത്തം അതോ ഇതിലെ ബ്രദർ വേറെ ഇടയ്ക്ക് പറയാം. ഇതിലെ ഒരു കാര്യം നമുക്ക് ഇത് എന്നാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ മതി. അതെ. ഞാനിപ്പോ നമ്മളിപ്പോ ഒരു 3 വർഷം മുമ്പത്തെ ഒരു വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നോക്കുമ്പോ 3 years ago പോസ്റ്റർ 3 years ago എന്ന് പറഞ്ഞ് കാണുമായിരുന്നു. അപ്പൊ അത് നമുക്ക് നോക്കുമ്പോ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടും. അങ്ങനെയാണ് നമ്മൾ വീഡിയോസ് എടുക്കേണ്ടത്. നമുക്ക് തുടക്കത്തിൽ തൊട്ട് പിന്നെ അത് അല്ലെങ്കിൽ ഈ ബ്രദറിന്റെ പേര് നോക്കിയിട്ട് അത് ട്രൂ ലൈറ്റ് ഇതുണ്ടല്ലോ, അതിൽ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോസ് എന്ന് പോയി നോക്കുക. അപ്പൊ അതിന്റെ ക്രമത്തിൽ കാണാം ഏതൊക്കെ ദിവസം ഇട്ടിരിക്കുന്ന തൊട്ട് അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കാണാം അതിനകത്ത്. തീർച്ചയായിട്ടും ചാനലിന്റെ പേരിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോസ് ഉണ്ടാവും, ഷോർട്സ് ഉണ്ടാവും, റീൽസ് ഉണ്ടാവും, അങ്ങനെ കാണും. അതിൽ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഉള്ള വീഡിയോസ് മുഴുവൻ അതിൽ കാണും. അതിൽ ഈ ക്രോണോളജിക്കൽ സീരീസിലായിരിക്കും. അതായത് ഏറ്റവും പഴയത് മുതൽ പുതിയത് വരെയുള്ള അതേ ലെവലിൽ കിടപ്പുണ്ടാവും. അത് നിങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്താൽ ബ്രദറെ, ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് ബ്രദർ പറഞ്ഞത് മനസ്സിലായി. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഞാനിപ്പം ഈ സൂമിൽ കയറാൻ തുടങ്ങിയിട്ട് ഒരു മെയ് അവസാനത്തെ ലാസ്റ്റ് വീക്കിലാണ് ഞാൻ യാദൃശ്യമായിട്ടാണ് ഇങ്ങനെ
യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാൻ കയറിയത്. എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഒത്തിരി സഹോദരങ്ങളുണ്ട്, 12 സഹോദരങ്ങളുണ്ട്. അതില് കുറച്ച് പേര് വിശ്വാസമുണ്ട്, എല്ലാം ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അത് കയറുന്ന സമയത്ത് എനിക്ക് 35-46 പേരെ ഉണ്ടായിരുന്നു കണ്ടുള്ളൂ. ഇപ്പൊ 300 എബോവ് ആയി. അപ്പൊ എന്റെ സഹോദരങ്ങളുടെ മക്കളും ഒക്കെ വിശ്വാസമുള്ള എല്ലാം ഞാൻ എല്ലാവർക്കും, പല സ്റ്റുഡൻസിനും ഒക്കെ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. പല പ്രാവശ്യം കാശും എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം ചിലത് അത് റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി എനിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ തന്നെ ചാണ്ടി എന്നും പറഞ്ഞു, അതെന്റെ ഒരു മകന്റെയാണ്. ഒരു സാക്ഷി ഇപ്പൊ പറഞ്ഞായിരുന്നു, ആ സിസ്റ്ററാണ് അതിനെപ്പറ്റി പറഞ്ഞത്. ചേച്ചിക്ക് പ്രായമുള്ള യൂട്യൂബിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ വേറൊരു സിസ്റ്ററിന്റെ മകനും ചാണ്ടി എന്നാണ് അവന്റെയും പേര്. ഈ ബ്രദർ പറഞ്ഞ സംഭവത്തിലൂടെ ഞങ്ങളൊരു വലിയൊരു ഫാമിലിയാണ്. ഒത്തിരി പേര് കേട്ടത് സാറ് പറഞ്ഞതുപോലെ തന്നെ ബ്രദർ പറഞ്ഞതുപോലെ കുറച്ച് ഫേമസ്, ഒരുപാട് തകർച്ചയിലാണ് നിൽക്കുന്നത്. ഈ 2 ഫാമിലിയിലും ഉണ്ട്. ഒരു പ്രാവശ്യത്തെ ഒരു സാക്ഷ്യത്തിനകത്തുണ്ടായിരുന്നു, ഒരു ഓട്ടോറിക്ഷ കിടക്കുന്ന ഒരു വീട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അന്നേരം ഞാനത് ഏറ്റെടുത്ത് ഞാൻ അന്നേരം സാക്ഷ്യവും പറഞ്ഞു. ആ വീട്ടിലെ ആ ചേച്ചിയുടെ മകന് അവന്റെ കല്യാണം നടക്കാന്നില്ല. അവന് കാരണം സാമ്പത്തികമായിട്ട് കുറച്ച് ഇടപാട് നടത്തി ചേച്ചിയുടെ ഹസ്ബൻഡിന് കുറെ ബാധ്യത വന്നു. അത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ മോനെ, ചാണ്ടി എന്ന് പേരുള്ള ഒരു മോനെ. അവന്റെ കല്യാണം, അവൻ സത്യസന്ധമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അവന്റെ കല്യാണം ഒന്നും നടക്കുന്നില്ല. അവന് ഈ പറയുന്നത് പോലെ വലിയ പേരുണ്ട്, കുടുംബ പേരുണ്ട്. പക്ഷെ സ്വത്ത് മുഴുവനും ജപ്തിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതെല്ലാം മാറുന്നു എന്ന് എനിക്ക് സാക്ഷ്യം ബ്രദർ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ അതിന്റെ സാക്ഷ്യവും പറഞ്ഞു. അപ്പൊ ഇന്നും ചാണ്ടിന്ന് പിന്നെയും പറഞ്ഞു. അപ്പൊ അന്നേരം ഇതൊന്നും ഈ എപ്പിസോഡ് തപ്പിയെടുത്ത് അവർ വിശ്വാസത്തിലില്ലാത്തവർക്കൊന്ന് അയച്ചു കൊടുത്തത് അവരെ റീഇൻഫോഴ്സ് ചെയ്ത് ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ ഞാൻ യൂട്യൂബിൽ കയറിയതില്ല മുഴുവൻ വീഡിയോസും കാണും. അതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ അത് ഒന്നും ഓർഡറിലുള്ള ഇതെന്നാ സൗകര്യം എന്ന് പറഞ്ഞാൽ സിസ്റ്റർ എന്ന് വെച്ചാൽ ഇത് ഓർഡറിലാക്കുക എന്നുള്ളത് കാര്യം വെച്ചാൽ ഇതൊന്നും ഒരു പ്ലാൻ അല്ല. ഞാൻ പറഞ്ഞില്ല, ഈ പ്രാർത്ഥന ഇതൊരു പ്ലാനിൽ പോകുന്നതല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതിൻ്റെ അകത്ത് ഇനി ഇപ്പം എത്ര ആൾ കൂടിയാലും ഞാൻ ആളുകളിലേക്ക് ഇപ്പോഴും നോക്കാറില്ല. ആളെത്ര കൂടിയാലും ഇതിൻ്റെ അകത്ത് ദൈവം ഒരുക്കിയെടുക്കുന്ന ഒരാൾക്കാരുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനിപ്പം നമ്മുടെ ഈ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിൽ ആക്കിയിട്ടേക്കുന്ന ആൾക്കാർ എണ്ണം നോക്കിയാൽ 1000-ന് മേളിൽ ആൾക്കാർക്ക് ഒരേ ദിവസം ലിങ്ക് പോകുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് 300-310 പേരോ സൂമിൽ വരുന്നുള്ളൂ. അപ്പം ഞാൻ ഇതെന്തുകൊണ്ടാണ് ഇത്രയും പേർക്ക് ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ വരുന്നവരും സാക്ഷ്യം പറഞ്ഞവരും ഇതിൻ്റെ അകത്ത് എല്ലാം സേവ് ചെയ്തിട്ട്. അപ്പം ഇത് 1000-ഓളം മേളിൽ ആൾക്കാരുടെ മാത്രം ലിസ്റ്റുകളാണ്. അത് കൂടാതെ പുറത്തുണ്ട്, സാക്ഷ്യം പറഞ്ഞവരുണ്ട്. അപ്പൊ ഈ വന്നും പോയി നിൽക്കുന്നവരല്ലാതെ ഈ ദിവസങ്ങളിൽ ആളുകളുടെ എണ്ണത്തെക്കാൾ ഉപരി ഇതിൻ്റെ അകത്ത് കർത്താവിന്റെ പറയുന്നത് പോലെ തന്നെ യേശു പറയുന്ന അവസാന നാളിൽ കർത്താവിന്റെ കൂടെ 1-2 പേരെ കണ്ടുള്ളൂ. അവിടുന്ന് പിന്നെ കർത്താവ് എന്ത് ചെയ്യാണ്, അടുത്തൊരു ജനറേഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ കൂട്ടത്തെക്കാൾ ഉപരി കൂട്ടത്തിന്റെ അകത്തുനിന്ന് ദൈവം ഒരുക്കിയെടുക്കുന്ന ആളുകളെയാണ് ഞാൻ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, കർത്താവ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇതെല്ലാം ഒരു ഓർഡറിലേക്ക്, ഇപ്പൊ ഞാൻ പറയാം, യൂട്യൂബിൽ നമ്മൾ ഇപ്പം കാണുന്ന പണ്ട് കണ്ടുകൊണ്ടിരുന്ന കുറച്ച് ആളുകളിൽ നിന്നും പെട്ടെന്ന് അത് വർദ്ധിക്കാൻ തുടങ്ങി, ആളുകളുടെ കൂട്ടം വർദ്ധിക്കാൻ തുടങ്ങി. ഞാൻ അതും നോക്കുന്നില്ല. സൂമിൽ എത്ര പേര് വരുന്നുണ്ടെന്നും നമ്മുടെ വിഷയമല്ല. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇതെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ദൈവാത്മാ പറഞ്ഞുകൊണ്ടാണ്, സോഷ്യൽ മീഡിയ കർത്താവ് ഉപയോഗിക്കാൻ പോകാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സകല കാര്യങ്ങൾ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഈ സൂം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തതും ആദ്യ സമയത്ത് നമ്മൾ 40 മിനിറ്റിന്റെ സൂം ആയിരുന്നു. ഞാനിതിപ്പോൾ സമയമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു 40 മിനിറ്റിന്റെ സൂം ആയിരുന്നു നമ്മൾ തുടങ്ങിയത്. അതിനുശേഷം അത് വീണ്ടും